പ്രേയറിലേക്ക് കടക്കുന്ന നിങ്ങളെല്ലാവരെയും വെള്ളിയാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കുറച്ച് സമയം ചെലവഴിക്കാം. പാട്ടുകൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരമാണ്. ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഞാൻ വേദഭാഗത്തു നിന്ന് ഒരു വാക്യം വായിക്കട്ടെ. ശേഷം പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നത് മിസ്റ്റർ മിഥുൻ ജി കോശി. 70-ാം സങ്കീർത്തനം 1-ാം വാക്യവും 5-ാം വാക്യവും. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന മിസ്റ്റർ മിഥുൻ ജി കോശി നിർവഹിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് ഓൺലൈൻ മീറ്റിംഗ് ഈ സൂമിലൂടെ കടന്നു വരുവാൻ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വരാവുന്ന ആപത്ത്, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ വിടുവിച്ചതിനെ സ്തോത്രം ചെയ്യുന്നപ്പ. അനേകായിരങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേക രോഗത്താലും ഭാരത്താലും പ്രയാസത്താലും ഒത്തിരി അപകടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോഴും അടിയങ്ങളെ നിന്റെ കരങ്ങളിൽ കാത്ത് പരിപാലിച്ചതിനെ സ്തോത്രം ചെയ്യുന്നപ്പ. തുടർന്നുള്ള ഓരോ ദിവസം ഞങ്ങൾ അങ്ങേ ഏൽപ്പിക്കുകയാണപ്പ. ഞങ്ങളുടെ ജീവിതങ്ങളെ കാത്തുകൊള്ളണമേപ്പ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ഒരു ദൈവമല്ലേ ഉള്ളൂ. ആ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണപ്പ. ഞങ്ങളെ കാത്തോളണം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേപ്പ. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഈ ഓൺലൈൻ ഈ സൂമിൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണപ്പ. പല പല ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണപ്പ. ഞങ്ങൾക്ക് പരസ്പരം അറിയുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടപ്പ. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. നിന്റെ മകന് കൊടുത്ത എല്ലാ താലന്തുകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ മകളുടെ സഭ വളരുവാൻ, ഞങ്ങളുടെ ഈ ആത്മീയ വളർച്ച ജനങ്ങൾക്ക് ഉണ്ടാകുവാൻ തക്കണം നിന്റെ മകളിലൂടെ സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നപ്പ. കൊച്ചു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണപ്പ. കൂടെ ഉണ്ടായിരിക്കണപ്പ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിൽ പല ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും ഞങ്ങൾ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. പ്രത്യേകിച്ച് പാട്ടുപാടുന്ന ബാബുങ്കൾ ഞങ്ങളുടെ കരങ്ങളിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാഠം വായിക്കുന്ന പ്രതിഭ ആന്റിയെ പ്രാർത്ഥിക്കുന്ന സാറാമ്മ ആന്റി, ഷെർലി ആന്റി, എല്ലാവരും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെയും റോളുകൾ ഏറ്റവും ഭംഗിയായി തീർക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേപ്പ. പ്രത്യേകിച്ച് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേപ്പ. ആദ്യോടന്തം നീ കൂടെ ഉണ്ടായിരിക്കണമേപ്പ. പ്രാർത്ഥന കേട്ടിക സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പാട്ടുകൾ പാടാനുള്ള അവസരമാണ്. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ ബാബു തുണ്ടിയിൽ അങ്കിളാണ്. പ്രത്യേകിച്ച് പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ പാടുന്നതിനും നമുക്ക് അറിയാൻ സാധിക്കാത്ത പാട്ടുകൾ പഠിക്കുന്നതിനുമുള്ള അവസരമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും പാടാനായിട്ടും ശ്രമിക്കണം. നിങ്ങളുടെ അടുക്കൽ വേദപുസ്തകവും പാഠപുസ്തകവും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ദൈവം നമ്മുടെ പാട്ടുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. 34-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അങ്ങനെ നമ്മുടെ സ്തുതി നമ്മുടെ നാവിൽ ഇരിക്കട്ടെ. യഹോവയോടുള്ള സ്തുതി, യഹോവയോടുള്ള കീർത്തനം, യഹോവയ്ക്കായിട്ടുള്ള പാട്ട് നമ്മുടെ നാവിൽ ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി ഇപ്പോൾ ബാബു അങ്കിള് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അങ്കിൾ. ഗുഡ് മോർണിംഗ് അച്ഛൻ. മോർണിംഗ്, വെൽക്കം. പ്രാർത്ഥനാ ഗീതം 10-ാമത്തെ പാട്ട്.
അടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, അടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ശാരോണിലവൻ, താമരയുമേ താഴ്വരയിൽ, വിശുദ്ധരിലതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ, വിശുദ്ധരിലതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ, പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. രണ്ടാമത്തെ, ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും, ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും, ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാനീ നിമിഷം.
അഭിഷേകമൊഴുകുന്ന നിമിഷം ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാനീ നിമിഷം അഭിഷേകമൊഴുകുന്ന നിമിഷം അന്ധകാരം ചൂഴ്ന്നു നിൽക്കും എൻ്റെ ജീവിതം അന്ധനായി ഞാൻ കണ്ടതെല്ലാം ഊരിരുൾ മാത്രം താണടിഞ്ഞു വീണുപോയ കുഞ്ഞു താരകം ഓടിയെത്തി എൻ്റെ ചാരെ തോളിലേറ്റുവാൻ അന്നു മാത്രം ഞാനറിഞ്ഞു നിന്റെ സ്വാന്തനം ആ സ്നേഹസ്പർശനം ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും പൊന്നുഷസിൽ പോയി മറഞ്ഞു ഊരിരുൾ ശൈലം ആദ്യമായി ഞാൻ കണ്ടതങ്ങിൻ വെൺമുഖ ശോഭ ഓടി വന്നൻ ചാരെ നിന്നു ചുംബനം തന്നു ഓമനേ നീ എൻ്റെ സ്വന്തം എന്നു നീ ചൊല്ലി ആ മൊഴികൾ എൻ്റെ ഉള്ളിൽ ശാന്തി മന്ത്രമായി ഞാൻ പൂർണ്ണ ബിന്ദുവായി ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാനീ നിമിഷം അഭിഷേകമൊഴുകുന്ന നിമിഷം ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും. Thank you, sir. ഷുവർലി. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന നേതൃത്വം നൽകുന്നത് സാറാമ്മ മോഹൻ ആൻറ്റിയും ഷേർലി ആൻറ്റിയുമാണ്. റേച്ചൽ ബാബു രണ്ടുപേരുമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം വേദപുസ്തക വായനയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രതിഭ ആൻറ്റിയാണ്. ശേഷം നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ആദ്യം പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ചിവിടെ കൂടുവാൻ ദൈവം അവിടുന്ന് അനുഗ്രഹകരമായ ഒരു അവസരം
ഓൺലൈനിലൂടെ നൽകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം നൽകുന്ന സമാധാനം, ദൈവം നൽകുന്ന ആശ്വാസം, ദൈവം നൽകുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. ദൈവം നമുക്ക് അനുകൂലമായി നമ്മോട് കൂടെ ഉണ്ടല്ലോ. പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവം നമ്മെ പ്രതികൂലങ്ങളുടെ ഇടയിലും നടത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. രോഗികളും ക്ഷീണിതരുമായ ആളുകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും നമ്മുടെ അറിയാതെയും രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഭാരപ്പെടുന്നവർ, വിവിധ ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയരാകുന്നവർ, ഓപ്പറേഷൻസ്, സർജറി, അതിനുശേഷം പോസ്റ്റ് സർജറി റിക്കവറിയിലൂടെ പോകുന്നവർ, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ, കാലാവസ്ഥ മാറിയത് മുഖാന്തരം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളുള്ളവർ, വർഷങ്ങളായിട്ട് പല രോഗങ്ങൾക്ക് മരുന്നും ചികിത്സയും നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അതേപോലെ പ്രായത്തിൻ്റെ ക്ഷീണങ്ങളും രോഗങ്ങളും ഉള്ളവർ, മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. ദീനക്കാർക്ക് വേണ്ടിയുള്ള സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ദീനക്കാർക്ക് സൗഖ്യം നൽകുന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ രോഗവും ക്ഷീണവുമുള്ള ആളുകളുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ മുതിർന്ന അംഗങ്ങളെയും, എൽഡർലി മെമ്പേഴ്സിനെ, പ്രായം ചെന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പതിവായി ദൈവാലയത്തിൽ വരാൻ സാധിക്കാത്തവർ, ദൈവാലയത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെ വിവിധങ്ങളായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ എൽഡർലി മെമ്പേഴ്സിനെയും നമുക്ക് പ്രേയറിൽ ഓർക്കാം. നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, സ്കൂളുകൾ കോളേജുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അതേപോലെ ചെറുപ്പക്കാരായ നമ്മുടെ കുടുംബാംഗങ്ങളെ, ചെറുപ്പക്കാരായ നമ്മുടെ ഇടവകാംഗങ്ങളെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കാം. അതുപോലെ നമുക്ക് പ്രത്യേകമായി കേരളത്തിൽ ഫ്ലഡ് വിക്ടിംസ് ആയിട്ട് ഉള്ള ആളുകളെയൊക്കെ പ്രേയറിൽ ഓർക്കാം. ശക്തമായ മഴയിൽ വീടുകൾ നഷ്ടമായവർ, ജീവൻ നഷ്ടമായവർ, മറ്റ് വരുമാന മാർഗങ്ങൾ നഷ്ടമായവർ, അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിലൊക്കെ തന്നെ നമുക്ക് ധാരാളം CSI പള്ളികളുണ്ട്. ആലപ്പുഴ, കോട്ടയം, അതേപോലെ എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിൽ, ആയതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ നമ്മുടെ ഫ്ലഡ് അഫക്റ്റഡ് വിക്ടിംസ് ആയിട്ടുള്ള എല്ലാവരെയും, ജാതി മതഭേദമന്യേ എല്ലാവരെയും ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ CSI സഭയിലെ വിശ്വാസികളെയും സഭകളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വെള്ളം കയറുക മൂലം പള്ളിക്കകത്തും പള്ളിയുടെ കമ്പൗണ്ടിലും ഒക്കെ വെള്ളം കയറിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വീടുകളിൽ വെള്ളം കയറിയവരുണ്ട്. അങ്ങനെ ജീവിത ഉപാധികൾ നഷ്ടമായ ആളുകളെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവമേ, നാടിനെ രക്ഷിക്കണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കാം. പുതിയ വിവാഹ ബന്ധത്തിനായിട്ട് ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി അന്വേഷിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് അലയൻസിന് വേണ്ടി ശ്രമിക്കുന്ന പേരൻസ്, അതുപോലെ ചെറുപ്പക്കാരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഹൈദരാബാദിന് പുറത്ത് പഠനത്തിനായിട്ട് പോകുന്ന എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കാം. പ്രത്യേകിച്ച് ബിജു ടി ഉമ്മൻ്റെയും അതേപോലെ അനിത ബിജുവിൻ്റെയും മകൻ ആരൻ ഹയർ സ്റ്റഡീസിനായിട്ട് NITയിൽ അഡ്മിഷൻ ലഭിച്ചിട്ട് അവർ നാളെ റായ്പൂരിന് യാത്ര ചെയ്യുകയാണ്. റായ്പൂർ NITയിൽ MSc ഫിസിക്സിന് ആരൻ അഡ്മിഷൻ ലഭിച്ചു. പ്രൊസീജിയേഴ്സിനും അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനും ഒക്കെ ആയിട്ട് നാളെ അവർ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ആരനെ പ്രേയറിൽ ഓർക്കാം. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പഠനത്തിനായി പല സിറ്റീസിൽ പോയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പഠനത്തെ, അവരുടെ ഭാവിയെ, അവരുടെ ജീവിതത്തെയൊക്കെ പ്രത്യേകമായിട്ട് പ്രേയറിൽ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ വിവാഹം കഴിച്ചതിന് ശേഷം യങ് കപ്പിൾസായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഇടവകാംഗങ്ങളിൽ മക്കളെ ആഗ്രഹിക്കുന്ന, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകമായിട്ട് നമുക്ക്
അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവ നൽകുന്ന ദാനമാകുന്ന ഉദരഫലം മക്കളെ യഹോവ നൽകുന്ന അവകാശമെന്നാണ് നമുക്ക് വേദഭാഗത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമേ, അങ്ങനെ ഉദരഫലത്താൽ, ദൈവാനുഗ്രഹത്താൽ അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ BHL വർഷിപ്പ് സെന്ററിനെയും അതിൻ്റെ ശുശ്രൂഷകളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ ചുമതലക്കാരെ, കമ്മിറ്റി മെമ്പേഴ്സിനെ, ഇടവകയുടെ കമ്മിറ്റിയെ, അതേപോലെ ഓഫീസ് ബെയറേഴ്സിനെ ഒക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ വർക്കിംഗ് പീപ്പിളിനെ എല്ലാവരെയും പ്രയറിൽ ഓർക്കാം. അതേപോലെ റിട്ടയർഡ് പീപ്പിളിനെയും പ്രയറിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. റിട്ടയർഡായിട്ട് മുമ്പോട്ട് പോകുന്ന എല്ലാവരെയും നമുക്ക് പ്രയറിൽ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപാനുഗ്രഹങ്ങൾ, നന്മകൾ, സന്തോഷങ്ങൾ ദൈവമേ അവിടുന്ന് ധാരാളമായിട്ട് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ അറിവിലും അറിയാതെയും മറ്റാവശ്യങ്ങളിലുള്ളവരും ക്ഷീണിതരും രോഗികളും മറ്റ് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായ എല്ലാ പേരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വിവിധങ്ങളായ സാമ്പത്തിക ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സമാധാനവും ആശ്വാസവും നൽകേണ്ടുന്നതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ, ആളുകൾക്ക് ഭാരങ്ങൾ തോന്നുമ്പോൾ, ദൈവമേ നിന്റെ കൃപയാൽ അവരുടെ ഭാരങ്ങളെ മാറ്റണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവകരങ്ങളിൽ ഒന്നിനും കുറവില്ലല്ലോ. നമുക്ക് കുറവില്ലാത്ത ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ലോകമെമ്പാടും ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിലും അകപ്പെട്ടിരിക്കുന്നവർ, യുദ്ധമേഖലകളിലുള്ള മനുഷ്യർ, യുദ്ധക്കെടുതികൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവം അവിടുന്ന് പരിപാലകനും സംരക്ഷകനുമായി ഇരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷേർലി ആൻറ്റിയാണ്. അടുത്ത പാട്ട് ഒരു ചരണം പാടുന്നതിന് ശേഷം ആൻറ്റി പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. പ്രാർത്ഥനാ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛാ കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ രാവിലെ സമയത്ത് കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥനയ്ക്കായിട്ട് പലയിടങ്ങളിലായിട്ട് കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി സഭയായിട്ട് കർത്താവെ അങ്ങേ സ്തുതിപ്പാനും അങ്ങേ വാഴ്ത്തുവാനും തന്ന ഈ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അവിടങ്ങളിലായിട്ട് കാത്തുപരിപാലിച്ചല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ടും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്ന ഞങ്ങളുടെ തെറ്റുകളെയും കുറവുകളെയും ഒക്കെ കാക്കുന്ന ദൈവം, അറിയുന്ന ദൈവമാകയാൽ
ഞങ്ങളെ നടത്തുന്ന ദൈവമാകയാൽ, വഴി നടത്തുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നില്ല. അത്യന്തപരമായ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനാണല്ലോ കർത്താവെ. ഈ ഈ സമയത്ത് കർത്താവെ, ഞങ്ങളുടെ CSI സഭകൾ പലയിടങ്ങളിലായിട്ട് ഉപവാസ പ്രാർത്ഥന നടത്തുന്നല്ലോ കർത്താവെ. എല്ലാ പ്രാർത്ഥനകൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് കർത്താവെ, ഞങ്ങളുടെ സഭയിലെ അസുഖത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുഖമില്ലാതെ പലവിധമായ വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിലൊക്കെ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമായ കർത്താവെ, പലർക്കും ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോട് പറയാനും വയ്യാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവെ. എല്ലാവരെയും കർത്താവെ അങ്ങയുടെ പാദപീഠത്തിങ്കൽ തരുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹൃദയങ്ങളെ ശോധന ചെയ്ത ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. ആവശ്യങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞപ്പച്ചൻ അവർക്ക് സൗഖ്യത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തോട് കർത്താവെ ഓരോ ദിവസം മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആവശ്യങ്ങൾ അങ്ങടുത്ത സഖിയായിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ഞങ്ങളുടെ സഭയിൽ പ്രായാധിക്യത്തിലിരിക്കുന്നവരുണ്ട് കർത്താവെ. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടിയ ധൈര്യവും ബലവും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, അവരെ തളർത്തുവാൻ അപ്പച്ചൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ മനസ്സിന്റെ ബലം കർത്താവ് അവർക്ക് കൊടുക്കണമേ. യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കുമെന്ന് പറഞ്ഞ് കർത്താവെ, ഓരോ ദിവസവും അവരുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിൽ യഹോവ ഏറ്റവും നല്ലവൻ, യഹോവ ഏറ്റവും അടുത്ത സഖി എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനങ്ങളിൽ അവരെ ശുശ്രൂഷിക്കുന്ന കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. മടിപ്പ് കൂടാതെ കർത്താവെ, തങ്ങളുടെ പ്രായം ചെന്നവരെ ശുശ്രൂഷിക്കാൻ കർത്താവ് ഓരോരുത്തർക്കും മനസ്സും കർത്താവെ അതിനുള്ള ഒരുക്കത്തോടെ ചെയ്യുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടതായ എല്ലാ നന്മകളാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളിലും വിചാരങ്ങളിലും കർത്താവെ പൈശാചിക ശക്തികൾ വരുവാനോ പൈശാചികൾ ഞങ്ങളെ തൊടുവാനോ കർത്താവ് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപയിൽ ഓരോ ദിവസവും കർത്താവെ എല്ലാവരും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലും കർത്താവെ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ അനേകർ കർത്താവെ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിക്കുന്ന പലവിധമായ ട്രീറ്റ്മെന്റിനായിട്ട് കർത്താവെ. പലർക്കും പലവിധമായ വിഷമങ്ങളാണല്ലോ കർത്താവെ. ഡയാലിസിസിനും ഹാർട്ട് ഓപ്പറേഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ കർത്താവെ, മനുഷ്യ ക്യാൻസറിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ പലവിധമായ രോഗങ്ങളായിട്ട് കർത്താവെ മനുഷ്യർ ബുദ്ധിമുട്ടുമ്പോൾ രോഗിക്ക് നല്ല വൈദ്യൻ അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ അണിപ്പാട്ടുള്ള കരം തൊട്ട് കർത്താവെ ഓരോരുത്തർക്കും സൗഖ്യത്തെ തൊട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെടുക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് ഫലപ്രദമാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് നല്ല വൈദ്യനായിട്ട് ഓരോരുത്തരുടെ അടുത്തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം കർത്താവെ. അങ്ങാവുന്ന ഞങ്ങൾക്ക് ഏറ്റവും നല്ല ദൈവം കർത്താവെ. ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന കർത്താവാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, അങ്ങ് നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം കർത്താവെ. എല്ലാവരുടെ എടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ കർത്താവെ, ഈ ലോകത്ത് ഡോക്ടേഴ്സ് അവർക്ക് ഒരു മധ്യസ്ഥൻ മാത്രമാകുന്ന കർത്താവെ. ഫലം നൽകുന്ന ദൈവം അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങ് ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനൊക്കെ സമ്മതിക്കരുത്. ഈ നശിച്ച ലോകത്ത് കർത്താവെ, നശിച്ച ലോകത്ത് അനീതി പെരുകി കർത്താവെ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. ആ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവഹിതം തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യൗവനത്തിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്റെ സൃഷ്ടാവിലേക്ക് നോക്കി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന് പ്രതാപം, ഇങ്ങനെ പലതും അവരെ മാടി വിളിക്കുമ്പോൾ അവയിലൊന്നും വീണു പോകാതെ കർത്താവെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ കർത്താവെ കുഞ്ഞുങ്ങൾ
ദിവസം തോറും ദൈവഭക്തിയിൽ വളരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിനും മറ്റുള്ളവർക്കും അതുപോലെ അങ്ങയ്ക്ക് ഉപകാരമുള്ള കുഞ്ഞുങ്ങളെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഓരോരുത്തരെയും കർത്താവെ പേരായിട്ട് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് ഈ മദ്യപാനത്തിനും കർത്താവെ മയക്കുമരുന്നിനും അങ്ങനെ പലവിധമായ ഇതിൽ കൂടെ ഇത് പോകുമ്പോൾ കർത്താവെ വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. അവർക്കൊക്കെ കർത്താവ് ആശ്വാസത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ലോകത്തുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൈശാചിക ശക്തികൾ തൊടുവാൻ കർത്താവെ ദുർമാർഗത്തിൽ നടക്കുവാൻ അപ്പം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അറിഞ്ഞോ അറിയാതെ ഞങ്ങളിൽ നിന്ന് വരുന്ന വീഴ്ചകളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമേ, അവർക്ക് വേണ്ടതായ എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പൈതങ്ങളെ കർത്താവെ ചെറുപ്പം മുതൽ തന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിപ്പാൻ കർത്താവെ ഓരോ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ മാതാപിതാക്കളെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഞങ്ങളുടെ സഭയിലും കർത്താവെ ഞങ്ങളുടെ ചുറ്റും ഉള്ള കുഞ്ഞുങ്ങൾ കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പഠനത്തിന് വേണ്ടി ദൂരദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കർത്താവെ അവരെ ദൈവത്തെ മറന്ന് ജീവിപ്പാനൊപ്പം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ അവർ പ്രാർത്ഥനയിൽ കർത്താവെ അവർക്ക് പഠിക്കാൻ കൊടുത്ത പാഠങ്ങൾ നല്ലതായിട്ട് പഠിക്കുവാനും കർത്താവെ അവർ ദൈവകൃപയിൽ കർത്താവെ ബലപ്പെട്ട് പഠിത്തം പൂർത്തീകരിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠനകാര്യത്തിലൊക്കെ അപ്പച്ചൻ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പലവിധമായ അനീതികൾ നിറഞ്ഞേറ്റിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ. അതിലൊന്നും പെട്ടുപോകുവാൻ അപ്പച്ചൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കാവലും പരിചയമായിട്ടുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളായിട്ട് ഓരോരുത്തരെയും നിർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ഞങ്ങളുടെ രാജ്യം കർത്താവെ അതിലെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരും കർത്താവെ നല്ല ബുദ്ധിയോടും നല്ല മനസ്സോടും കർത്താവെ വിശ്വസ്തയോടും കർത്താവെ ഉത്തരവാദിത്തപ്പെട്ടെടുത്തിരിക്കുന്ന ജോലി നിർവഹിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാജ്യത്തോട് പൊരുതുമ്പോൾ കർത്താവ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. അങ്ങയുടെ വരവെങ്കിൽ ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ അപ്പച്ചൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഞങ്ങളുടെ വിളക്കിൽ എണ്ണ ഒഴിച്ച് കർത്താവെ അങ്ങയുടെ വരവിനായിട്ട് കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യം ഒന്നും അല്ലപ്പാ, അങ്ങ് തരുന്ന കൃപയൊന്നു മാത്രമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് അങ്ങ് ആകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യം കർത്താവെ, ഞങ്ങൾ ഈ ലോകത്ത് കർത്താവെ ഞങ്ങളുടെ ഇന്ത്യയിൽ രാജ്യത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അങ്ങ് അറിയുകയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കർത്താവെ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ ഉണ്ട്. അനേകർ പഠിക്കുന്ന കർത്താവെ, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഇടയിൽ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കർത്താവെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആവശ്യങ്ങൾ അറിയണമേ, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്ത കർത്താവെ. ഞങ്ങളുടെ തലയിൽ ഒരു മുടി പൊഴിഞ്ഞാലും അറിയുന്ന ദൈവം ആകയാൽ നന്ദിയോട് സ്തോത്രം. ഈ ലോകത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവെ, അങ്ങറിയാൽ. ഈ ലോകത്തെ കാത്തു പരിപാലിക്കുന്ന ദൈവം അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഈ ലോകത്ത് വരുന്ന ഓരോ പ്രശ്നങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവെ. ഇത്രത്തോളം ഞങ്ങൾക്ക് തരുന്ന എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കർത്താവ് ഞങ്ങളെ നനയ്ക്കുന്നതിനേക്കാളും അധികമായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അങ്ങയുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാതെ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ കൂട്ടുകാർ കർത്താവെ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ. ജോലിയിലിരിക്കുന്നവർക്ക് സമാധാനത്തോടെയും കർത്താവെ വിശ്വസ്തയോടെ അവരവർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ചെയ്യുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ. അവരുടെ ആരോഗ്യവും കർത്താവെ അവരുടെ മനസ്സിന്റെ ബലം എല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലികളിൽ കർത്താവെ അനീതികൾ ചെയ്യാൻ കർത്താവെ പ്രേരിപ്പിക്കുമ്പോൾ അതിലൊന്നും കൂട്ടി നിൽക്കാതെ കർത്താവെ ഞങ്ങളൊരു ക്രിസ്തീയ സമൂഹത്ത് കർത്താവിനെ അറിയുന്നവരായിട്ട് കർത്താവെ നല്ല പ്രവൃത്തിയാൽ ജീവിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച് റിട്ടയർഡായിട്ട് ഭവനത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ദൈവമായ കർത്താവെ,
അവരുടെ റിട്ടയർമെന്റിൽ വിഷമിക്കാതെ കർത്താവെ സന്തോഷത്തോടെ കർത്താവെ അങ്ങയുടെ വേലയിൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സമയം കണ്ടെത്തുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരവരാലാകുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവെ ഓരോ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവെ മറ്റുള്ളവർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് മാതൃകയും കർത്താവെ ഈ ലോകം കണ്ട് ഞങ്ങളുടെ ജീവിതം കണ്ടും നല്ലത് പഠിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും കർത്താവെ അങ്ങ് കർത്താവെ അതുപോലെ കർത്താവെ ഹൈദരാബാദിൽ കർത്താവെ ഒരു സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്രയോ വർഷക്കാലം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അങ്ങ് ഒരു സഭ, ഒരു പള്ളി തന്നു. അതിൽ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ ഹൈദരാബാദ് പ്രദേശങ്ങളിൽ കർത്താവെ BHLന്റെ സ്ഥലത്ത് ഒത്തിരി പേരുണ്ടല്ലോ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ മെമ്പേഴ്സ്. അവിടെ കർത്താവെ അവിടെ ഓരോ ആഴ്ചയിൽ മാസത്തിൽ ഒരു സൺഡേ ഞങ്ങൾക്ക് വർഷിപ്പ് ചെയ്യാൻ ചെന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഒരു സഭ, ഒരു പള്ളി അവിടെ ആവശ്യമാണല്ലോ അപ്പ. ആ ഒരു പള്ളിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് അത് വാങ്ങിക്കുവാനും അവിടെ സ്ഥലം കണ്ടെത്തുവാനും അവിടെ ഒരു പള്ളി പണിയുവാനും അങ്ങേ ആരാധിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെയൊക്കെ ക്ഷമിച്ച് കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ എടുക്കുന്ന ഓരോ ചിന്തകളിലും കർത്താവെ അങ്ങയുടെ കൃപയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയെ മാറ്റി നിർത്തുവാൻ ഞങ്ങളെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളും യഹോവയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ, ഓരോരുത്തർക്കും വിവാഹ പ്രായം എത്തിയിട്ട് വിവാഹം നടക്കാതെ കർത്താവെ അതിനുവേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട് കർത്താവെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തക്കതായ തുണ അങ്ങ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് തക്കതായ തുണയെ ഒരുക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവർ എവിടെ ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലപ്പാ. അങ്ങ് തക്ക സമയത്ത് കൊണ്ടുവന്ന് തരുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ നിന്ന് തെറ്റിപ്പിരിയുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ദൈവമായ കർത്താവെ, അവരറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ കർത്താവെ കുടുംബ ബന്ധങ്ങൾ ചിതറിച്ചു പോകുമ്പോൾ കർത്താവെ അങ്ങ് കൂട്ടിച്ചേർക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബങ്ങളുടെ മധ്യത്തിൽ അങ്ങായിരിക്കണമേ മധ്യസ്ഥൻ. അങ്ങയിൽ ആശ്രയിച്ച് ഓരോരുത്തരും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയെ മറന്ന് ജീവിക്കുവാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവെ നല്ലൊരു ബന്ധം കിട്ടുവാൻ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇപ്പോൾ കർത്താവെ ഞങ്ങൾ അറിയത്തില്ല പരസ്പരം അറിഞ്ഞ് കർത്താവെ ജീവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, മക്കളെ കൊടുക്കുന്ന ദാനമാകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു, അവകാശമാകുന്നതെന്ന് അറിയുന്ന കർത്താവെ. ഉദരഫലം ദൈവമേ അങ്ങാകുന്നു നൽകുന്നത് ഞങ്ങളുടെ മിടുക്കല്ല കർത്താവെ. ദൈവമേ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ അവരെല്ലാം കർത്താവെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, അവരുടെ കണ്ണുനീരിന് ഫലം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ കൂട്ടമായിട്ട് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പേരായിട്ട് അവരെ അങ്ങയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവെ. അബ്രഹാമിനും സാറായിക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമേ, അബ്രഹാമിന്റെ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ, അവർക്ക് പ്രാർത്ഥിപ്പാനും അവർക്കൊരു പൈതലിനെ കാണുവാനുമുള്ള അനുഗ്രഹത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരു സ്ത്രീയെ കർത്താവയോട് സ്ത്രീത്വത്തെ മാനിക്കുന്ന കർത്താവ് അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ. കർത്താവെ അവരുടെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായി അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു കുടുംബജീവിതത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ കർത്താവെ ഒരു പൈതൽ ആവശ്യമാണല്ലോ കർത്താവെ. അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ കേരളത്തിൽ കർത്താവെ വെള്ളപ്പൊക്കം മുതൽ
കൊണ്ട് കർത്താവെ ബുദ്ധിമുട്ടുന്ന അനേക കാര്യങ്ങളുണ്ട് കർത്താവെ. ദൈവമേ, ആഴ്ചകളായിട്ട് കർത്താവെ മഴയും കർത്താവെ മറ്റു പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ട് കർത്താവെ, മഴയുടെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ കർത്താവെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് കർത്താവെ. ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ആടുമാടുകളെ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ. ഇതെല്ലാം കർത്താവ് കാണുന്നു, അറിയുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ കർത്താവെ മഴയെ പ്രാർത്ഥിച്ച് നിർത്തുവാൻ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരൾച്ച വരുമ്പോൾ വരൾച്ച മൂലം കഷ്ടപ്പെടുവാണ് കർത്താവെ മനുഷ്യർ. ഇത് രണ്ടിന്റെയും മധ്യത്തിൽ മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ കർത്താവെ എല്ലാ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം കർത്താവെ അങ്ങേ മറന്ന് ജീവിക്കുന്ന ഈ സമയത്ത് കർത്താവെ എല്ലാവരും കർത്താവെ അങ്ങയിലേക്ക് ആശ്രയിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ കർത്താവെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങറിയാതെ കർത്താവെ ഒന്നും സംഭവിക്കത്തില്ല കർത്താവെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ യോഗം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും കർത്താവെ പേരുപേരായിട്ട് അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ഓരോ വേലകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലെ ഓരോ സംഘടനകളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തികൾ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ സഭ ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. അച്ഛനെ കർത്താവെ അങ്ങയുടെ കൃപയിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുമ്പോൾ അങ്ങ് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെയും അച്ഛനെയും സഹായിക്കണേ. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേണ്ടതായ കൃപയാൽ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കർത്താവെ വീണ്ടും വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ. വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇടവകയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രയറിൽ ഓർക്കാം. വിവിധങ്ങളായ സ്ഥലങ്ങൾ, ഹൈദരാബാദിലും സെക്കൻഡറാബാദിലും അതിൻ്റെ വിവിധ ചെറിയ ചെറിയ സിറ്റീസിലും ടൗൺസിലും താമസിക്കുന്ന നമ്മുടെ എല്ലാ ഇടവക മക്കളെയും പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കാം. അതേപോലെ ഇടവകയുടെ ഓക്സിലറീസിനെ എല്ലാം പ്രയറിൽ ഓർക്കാം. സൺഡേ സ്കൂൾ, യൂത്ത് ലീഗ്, വിമൻസ് ഫെലോഷിപ്പ്, യങ് കപ്പിൾ, ലേറ്റി ഫെലോഷിപ്പ്, കൊയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓക്സിലറി പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ വരുന്ന ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഫുഡ് സെയിൽ നടക്കുകയാണല്ലോ. ഫുഡ് സെയിലിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ അമ്മമാരെയും ആൻറ്റിമാരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത്, സ്ത്രീകളെയും സഹോദരിമാരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവലും നൽകണമേ. അപകടങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ പൊള്ളലോ കർത്താവെ വീഴ്ചകളോ മുറിവുകളോ ഒന്നും ഉണ്ടാകാതെ ദൈവമേ അവരുടെ അടുക്കളകളിൽ, ഓരോ സ്ത്രീകളും ജോലി ചെയ്യുന്ന അടുക്കളകളിൽ ദൈവത്തിൻ്റെ കരുതലും കാവലും ദൈവമേ ഉണ്ടാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ അതൊക്കെ പ്രിപ്പയർ ചെയ്യുവാൻ, സമർപ്പണത്തോടെ ഇക്കാര്യത്തിലൊക്കെ പങ്കുചേരുവാൻ എല്ലാ സ്ത്രീജനങ്ങളെയും കർത്താവ് ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അവർ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ഉദ്യമമാണ്, വലിയൊരു പ്രവർത്തനമാണ്. അതിന് നേതൃത്വം നൽകുന്ന വിമൻസ് ഫെലോഷിപ്പിൻ്റെ ലീഡേഴ്സിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. അവരുടെ എല്ലാ സപ്പോർട്ടിനായിട്ടും ലീഡർഷിപ്പിനായിട്ടും ദൈവത്തിന് സ്തോത്രം. വിമൻസ് ഫെലോഷിപ്പ് ലീഡേഴ്സിനെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എന്ന് മാത്രമല്ല, ഈ വിമൻസ് ഫെലോഷിപ്പ് ഫുഡ് സെയിലിൽ പങ്കുചേരുന്ന എല്ലാ സ്ത്രീകളെയും ദൈവത്തിൻ്റെ കാവലിൽ കാത്തുകൊള്ളണമേ. ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ ക്ഷീണങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുവാനിടയാകണം. ഞായറാഴ്ചത്തെ ആരാധനയും അതിനെ തുടർന്ന് നടക്കുന്നതായിട്ടുള്ള ഫുഡ് സെയിലും ഞങ്ങൾ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യാം. അതിനുശേഷം വരുന്ന വെള്ളിയാഴ്ച യൂത്ത് ആൻഡ് യങ് കപ്പിൾ ഫെലോഷിപ്പിൻ്റെ റിട്രീറ്റ് നടത്തപ്പെടുകയാണ്. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ടും നടത്തിപ്പിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള CSI മേഡക് ഡയസിന് വേണ്ടിയും, നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മധ്യകേരള ഡയസിന് വേണ്ടിയും,
CSI സഭയ്ക്ക് വേണ്ടിയും ബിഷപ്സിന് വേണ്ടിയും ഒക്കെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമുക്ക് സഭയ്ക്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുമുണ്ട്. ആത്മീക അനുഗ്രഹത്തിന്, ആത്മീക ഉണർവിനായി, ഇടവകയിലെ ജനങ്ങളുടെ ഒത്തൊരുമയ്ക്കായി, പരസ്പരമുള്ള സ്നേഹത്തിനായി, ഇടവകയുടെ വളർച്ചയ്ക്കായി, സാമ്പത്തികവും ഭൗതികവുമായുള്ള വളർച്ച മാത്രമല്ല, ആത്മീകമായ വളർച്ചയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ ഭൗതിക ആവശ്യങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവകയിൽ ജോലി നഷ്ടമായവർ ഉണ്ട്. ജോലിയിൽ പ്രതിസന്ധികൾ നേരിടുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. നമ്മുടെ അറിവിലോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസിലൂടെ പോകുന്നവർ, സബ്സ്റ്റൻസ് യൂസിലൂടെ പോകുന്നവർ, അവരുടെ റിപ്പൻഡൻസിന് വേണ്ടി, അവരുടെ മടങ്ങിവരവിന് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ ഇടവകയോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി വാങ്ങണമെന്ന് നമ്മളുടെ ആഗ്രഹം, അത് വേണ്ട ഫണ്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും, ആളുകളെല്ലാം അതിൽ പങ്കുചേരുന്നതിന് വേണ്ടിയും സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. എന്ന് മാത്രമല്ല, നമ്മുടെ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിൽ നമുക്ക് അനുകൂലമായ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ഈ നമ്മുടെ അറിവിലും അറിയാതെയും പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വിശക്കുന്നവർ, വീടുകളില്ലാതെ ഭാരപ്പെടുന്നവർ, അനാഥരായ വിധവമാരായവർ, ആരും സഹായമില്ലാത്തവർ, അതേപോലെ ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ, അനാഥരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇടവകയുടെ ഒരു മുൻ ഇടവകാംഗം ഇന്ന് രാവിലെ മരണപ്പെട്ടിരിക്കുന്നു. മിസ്റ്റർ കുരുള ജോർജ് സുനു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും, അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങളെയും അവരുടെ ആശ്വാസത്തിനായിട്ടും സമാധാനത്തിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടുത്ത പാട്ട് പാടിയതിന് ശേഷം പ്രിയപ്പെട്ട സാറാമ്മ ആൻറ്റി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൊന്നമ്മ ആൻറ്റി അതിനായിട്ട് പൊന്നമ്മ ആൻറ്റി ക്ഷണിക്കുകയും ചെയ്യും. നമുക്ക് ചേർന്ന് പാടാം. ആശ്രയിപ്പാനൊരു ദൈവമുണ്ടെനിക്ക്, അവനെൻ്റെ സങ്കേതമേ. ആശ്വസിപ്പാനൊരു കർത്തനുണ്ടെനിക്ക്, അവനെൻ്റെ ഉപനിധിയേ. ആശ്രയിപ്പാനൊരു ദൈവമുണ്ടെനിക്ക്, അവനെൻ്റെ സങ്കേതമേ. ആശ്വസിപ്പാനൊരു കർത്തനുണ്ടെനിക്ക്, അവനെൻ്റെ ഉപനിധിയേ. പ്രതികൂല കാറ്റുകൾ ജീവിത നൗകയിൽ ആഞ്ഞടിച്ചുലഞ്ഞിടുമ്പോൾ, പ്രതികൂല കാറ്റുകൾ ജീവിത നൗകയിൽ ആഞ്ഞടിച്ചുലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ടെന്നോതി അരികിലണഞ്ഞെന്നെ മാർവോട് ചേർത്തിടുമേ. ഭയപ്പെടേണ്ടെന്നോതി അരികിലണിഞ്ഞെന്നെ മാർവോട് ചേർത്തിടുമേ. ആശ്രയിപ്പാനൊരു ദൈവമുണ്ടെനിക്ക്, അവനെൻ്റെ സങ്കേതമേ. ആശ്വസിപ്പാനൊരു കർത്തനുണ്ടെനിക്ക്, അവനെൻ്റെ ഉപനിധിയേ. പ്രാർത്ഥിക്കാം. കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലെടുത്ത് വരുവാൻ തന്ന കൃപയെ ഓർത്ത് കൂടാനോടി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന നാഥനെ. ദൈവമേ, ഓരോ മിനിറ്റ് ഓരോ നിമിഷവും ഞങ്ങളെ അത്ഭുതരമാതിശരമായി കാത്തു സൂക്ഷിക്കുന്ന കൃപയ്ക്കായി ഓടി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന നാഥനെ. കർത്താവെ, എന്തെല്ലാം പ്രയാസങ്ങളാൽ ഓരോരുത്തർ ഭാരപ്പെടുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാവകാശം തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നപ്പാ.
കർത്താവെ, ഓരോ ദിവസവും ഓരോ മിനിറ്റും കർത്താവെ അവിടുന്ന് തരുന്ന ദാനമാണെന്ന് നിങ്ങൾ അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവുകളൊന്നും കണക്കിടാതെ ദൈവമേ നിങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന കൃപയ്ക്കായിക്കോടാനോടി സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്ന നാഥനെ കർത്താവെ, അവിടുത്തെ കൃപ ഓരോ ദിവസവും നിങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെയും ദൈവമേ നിങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണേ അപ്പച്ച. ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നയിക്കി ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനിൽ കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന ശുശ്രൂഷ കർത്താവെ, അനുഗ്രഹമായ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ശക്തിയൊക്കെയും അവിടെ നൽകിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, കൊച്ചമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മെൻസൽഷിപ്പിനെ നയിക്കുവാൻ നിന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന അവിടുന്ന് കൂടുതലായി നിന്റെ മകളെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണേ ദൈവമേ. കുടുംബം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അപ്പച്ച. മക്കളുടെ പഠിത്തത്തിലും വളർച്ചയിലും ഒക്കെയും കൂടെ ഇരുന്ന കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, സഭയിലുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, സഭയിലെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, അവരുടെ ലീഡർഷിപ്പിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. പലവിധമായ ബദ്ധപ്പാടുകളുടെയൊക്കെയും മധ്യത്തിൽ നിന്റെ മക്കളെ കർത്താവെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി കർത്താവെ ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ ശുശ്രൂഷ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വേണ്ടുന്നതായ പരിജ്ഞാനവും കർത്താവെ വിവേകവും നീ അവർക്ക് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉചിതമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും, കൊച്ചമ്മയും സെക്രട്ടറി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കമ്മിറ്റി മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, മെൻസ് ഫെലോഷിപ്പിൻ്റെ വകയായിട്ട് ഞായറാഴ്ച നടക്കുന്ന ഫുഡ് സെയിലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരും തക്ക സമയത്ത് കൂടി വരുവാൻ സഹായിക്കണേ അപ്പൊ അതിന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ. വേണ്ടുന്ന ആരോഗ്യവും ബലവും ശക്തി അവിടെ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതൊക്കെ എല്ലാവരും കൂടി വന്ന കർത്താവെ എത്ര അനുഗ്രഹമായി നടക്കത്തക്കണം എൻ്റെ പൊന്നു ദൈവമേ. അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നാമമഹത്വത്തിന് വേണ്ടി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് പോലും കർത്താവെ പ്രയാസങ്ങളോ അസുഖങ്ങളോ ഒന്നും കൂടാതെ അവിടുത്തെ കൃപയിൽ അവിടുന്ന് പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ ദൈവഭയത്തിൽ വളരുവാൻ, അനുസരണമുള്ള പൈതങ്ങളായി വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, വേറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിൽ ദൈവമേ അവരുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ. അതിൽ പാടുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിന് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ. അവിടുത്തെ കൃപ ധാരാളമായി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ യൂത്തിനെയും വിമൻസ് യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ സംഘടനയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നീ ഒരു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ കുടുംബമായി ഒരു അനുഗ്രഹിക്കണേ. യൂത്തിനെയൊക്കെയും കർത്താവെ അവിടുന്ന് ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓഗസ്റ്റ് 15 നടക്കുന്ന കർത്താവെ അവരുടെ റിട്രീറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും അനുഗ്രഹമായി നടക്കത്തക്കണം കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളോട് ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും കർത്താവെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ ലേറ്റീവ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കർത്താവെ ലേറ്റീവ് സൺഡേ ആയിട്ട് അവിടുന്ന് നടത്തുവാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ മധ്യ കേരള ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ എല്ലാ ബിഷപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ കർത്താവെ. സഭയെ നേരായ പാതയിലും നയിപ്പാനുള്ള കൃപ നിന്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ അനുഗ്രഹിക്കണേ കർത്താവെ.
ദൈവമേ ഞങ്ങളുടെ മിഷൻ ഫീൽഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഓരോ മിഷണറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തെല്ലാം പ്രയാസങ്ങളുടെയും മധ്യത്തിലാണ് കർത്താവെ അവരോട് പ്രവർത്തിക്കുന്നത് കർത്താവെ. എൻ്റെ ദൈവമേ നിന്റെ മക്കളോട് അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വേലയിലൊക്കെയും കർത്താവെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിന് ബുദ്ധിമുട്ടുകളുണ്ടാകാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പലവിധമായ തടസ്സങ്ങളൊക്കെയും നേരിടുന്നുണ്ട്. അപ്പച്ച എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവെ അവിടുന്ന് നിന്റെ മക്കൾക്ക് വേല ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. മെഡക് ഡയസിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ബിഷപ്പന്മാരും പട്ടക്കാരും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ അവിടുന്ന് നിന്റെ മക്കളോടും കൂടെ ഇരിക്കണം, അവിടുത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. കർത്താവെ ഞങ്ങളുടെ സഭയുടെ എല്ലാ ഫൈനാൻഷ്യൽ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമേ ആവശ്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയുന്നില്ല ദൈവമേ. കർത്താവെ സഭയോട് ചേർന്ന് കിടക്കുന്ന ലാൻഡ് കർത്താവെ മേടിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് കർത്താവെ. അവിടുത്തെ എല്ലാ തടസ്സങ്ങളും മാറ്റി തന്നെ ദൈവമേ. കർത്താവെ അതിന് വേണ്ടുന്ന ഫണ്ട്സ് കണ്ടെത്തുവാനായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് വഴിയൊരുക്കി തരുമെന്ന് കർത്താവെ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന നാഥനെ. കർത്താവെ ഞങ്ങൾ സഭയുടെ ഒക്കുപെൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു കർത്താവെ. എത്രയോ നാളുകളുണ്ട് കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി ഓടി നടക്കുന്ന ദൈവമേ. കർത്താവിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി എൻ്റെ യൂണിവേഴ്സിറ്റിയൊക്കെ റിലീസ് ആകുവാൻ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് എൻ്റെ ദൈവമേ അവിടുന്ന് വഴിയൊരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാവുണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന കർത്താവാന്നല്ല അപ്പച്ച. ദൈവമേ ഞങ്ങളെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ നിന്റെ മക്കളോട് അവിടുന്ന് കരുണ തോന്നണേ, മനസ്സിലാണ് എൻ്റെ കർത്താവെ. അവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെയും നീ അറിയുന്നില്ല കർത്താവെ. എൻ്റെ ദൈവമേ തക്ക സമയത്ത് എൻ്റെ കർത്താവെ അവിടുന്ന് അവർക്ക് വഴിയൊരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവരുടെ പ്രയാസ സമയത്ത് അവിടുത്തെ കരുതലും കാവലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരുണ്ടപ്പച്ച, അവരോടൊക്കെയും തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് വഴിയൊരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പലവിധമായ ഡിക്ഷനിൽ ജീവിക്കുന്നവരുണ്ട് ദൈവമേ, അവർക്കൊക്കെ ഒരു പിന്മാറ്റം, ഒരു തിരിച്ചു ഒരു കർത്താവെ എൻ്റെ ദൈവമേ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനാഥരും വിധവുമായൊരു എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവിടുന്ന് നീ കൂട്ടാളിയാവുന്നില്ല കർത്താവെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ദൈവമേ അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവെ, വീടില്ലാത്തവർ എൻ്റെ ദൈവമേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ഒന്നപ്പച്ച അവിടുത്തെ കൃപയും കരുണയും സഹായം എൻ്റെ ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യങ്ങൾക്ക് ദൈവമേ നീ കൂടെ ഇരിക്കണേ, കൈവിടല്ലേ കർത്താവെ, ഉപേക്ഷിക്കല്ലേ കർത്താവെ. എൻ്റെ ദൈവമേ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവർക്ക് നല്ല മാതാവും പിതാവുമായി കൂടെ ഇരിക്കുന്ന അപ്പച്ചനാവുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാവരോടും കർത്താവെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നല്ല ദൈവമേ. യേശുവേ കർത്താവെ ഞങ്ങളുടെ ഒരു കർത്താവെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ ദൈവമേ. കർത്താവെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ലിസായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ നിന്റെ സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ നീ മാത്രമാവുന്നില്ല കർത്താവെ ആശ്വാസദായകന്. കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളൊക്കെയും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ തരുന്ന കർത്താവെ. അവിടെ നീ അറിയുന്നല്ലോ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, ഞങ്ങളുടെ ഭാരങ്ങളൊക്കെയും കർത്താവെ നീ അറിയുന്നല്ലോ കർത്താവെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും നള്ളിച്ചതിനായ കർത്താവെ. എൻ്റെ ദൈവമേ തക്ക സമയത്ത് എല്ലാവരുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ദൈവമേ നിങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സഭയിലുള്ള എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. എല്ലാവരുടെയും ആവശ്യങ്ങളിലൊക്കെയും ദൈവമേ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണേ കർത്താവെ. എൻ്റെ ദൈവമേ അല്പസമയം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവെ. അവിടുത്തെ തിരുവേന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ ഒന്ന് ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനയിലെ വിഷയം എല്ലാവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. സകല യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ടുത്തരവരുമാറാകണമേ. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹകരമായ നല്ല പ്രഭാതത്തിൽ നിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന അബ്ബാപിതാവ് എന്ന് വിളിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും വഴികാട്ടിയും
ആമേൻ. ഞങ്ങളുടെ സൗഖ്യദായകനും ഞങ്ങളുടെ കർത്താവെ വീണ്ടെടുപ്പുകാരനുമാകയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന അപ്പനെ. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ, കടങ്ങൾ, പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ലീഡർഷിപ്പ് നൽകിയ കർത്താവെ പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ മിസ്സസ് റേച്ചൽ ആൻറ്റിയെയും അതേപോലെ സറാമ ആൻറ്റിയെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ വായിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ശ്രദ്ധയോടെ കേട്ട് ഉത്തരം വരണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ സഭയ്ക്കും വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന അവർക്കും അനുഗ്രഹമായിരിക്കട്ടെ, അവരുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹമായിരിക്കട്ടെ. അവരുടെ ആവശ്യങ്ങൾ തമ്പുരാൻ തുണയായി കർത്താവെ കാവലായി കരുതലായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കുചേർന്നിരിക്കുന്ന ആളുകളെ എല്ലാവരെയും ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ചിലരൊക്കെ അവരുടെ ജോലി സ്ഥലത്ത് നിന്നാണ് ഓൺലൈൻ മീറ്റിങ്ങിൽ കർത്താവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വീടുകളിൽ ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. കർത്താവ് ജോലിക്കിടയിൽ നിന്ന് അതിൽ നിന്ന് മാറിയിരുന്ന് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിൽ കൂടെ ആണെങ്കിൽ പോലും ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ട്. തമ്പുരാനെ, ഓരോരുത്തരുടെയും കർത്താവെ വിശ്വാസത്തെ നീ മാനിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയെ കേൾക്കണമേ അപ്പ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര നല്ലവൻ, വല്ലഭനായ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിർവഹിച്ചു തരുന്ന തമ്പുരാനെ, ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്നവനെ, ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കുന്നവനെ, ഞങ്ങളുടെ ഭാരങ്ങളെ അവൻ വഹിക്കുന്നവനെ, ഞങ്ങളുടെ വേദനകളെ ചുമക്കുന്നവനെ, ഹല്ലേലൂയ. നിനക്ക് സ്തുതി, മഹത്വം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവം മഞ്ഞും മഴയും അയക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം താൻ തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി കരുതിയിട്ടിരിക്കുന്നത് ആമേൻ ആരുടെയും കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആരുടെയും മനസ്സിലൊട്ടില് ആമേൻ കർത്താവെ വന്നിട്ടുമില്ല എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. കർത്താവ് ദൈവം താൻ ഒരുക്കുന്ന നന്മ എത്ര വലുതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പേരും ഒരേപോലെ അനുഗ്രഹിക്കപ്പെടാൻ, ഒരേപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ, ഒരേപോലെ കർത്താവെ ദൈവം അവിടുന്ന് ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലത്തെ ആകുലതകളുണ്ട് കർത്താവ്, വീടിൻ്റെ ചിലവുകൾ, ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തികമായ ഭാരങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ചിന്താകുഴപ്പങ്ങൾ, ദൈവമേ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആമേൻ ചിന്താകുലങ്ങൾ, കർത്താവെ ഹല്ലേലൂയ. അവരുടെ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ, കർത്താവെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇങ്ങനെ പലവിധമായ ചിന്താകുലങ്ങളോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന സകല ആമേൻ കർത്താവ് വിശ്വാസ സമൂഹത്തെയും ആമേൻ ദൈവമേ അവിടുന്ന് കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിന്ന് വചനമുണ്ടല്ലോ. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അപ്പനെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടവകയെ നീ അനുഗ്രഹിക്കണം. ഭൗതികമായി ഇടവക കർത്താവ് നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. മനോഹരമായ ദൈവാലയം, നമ്മെ മനോഹരമായ കൂടിവരവാൻ, പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും കർത്താവ് ഒട്ടനവധിയായ സഭാമക്കൾ എല്ലാം ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ തന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ എത്രയോ പേരാണ്. ഈ മനോഹരമായ ദൈവാലയം ഉയരുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചവരെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അവരുടെയൊക്കെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും എത്ര വലുതെന്ന് ഞങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ദൈവമാണ് ഞങ്ങൾക്ക് ഈ നന്മകളെയൊക്കെ തന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ കർത്താവെ സഭയ്ക്ക് വേണ്ടി നിന്ന എല്ലാവരെയും, കർത്താവെ ദൈവാലയത്തിന് വേണ്ടി നിന്ന എല്ലാവരെയും കർത്താവെ നീ അവിടുന്ന് അക്കാലയളവിലും ഇക്കാലയളവിലും ശക്തിപ്പെടുത്തുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുമേൻ ദൈവമേ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ മനോഹരമായ ഇടമുണ്ട് കർത്താവെ. ഇനി ഞങ്ങൾക്ക് കർത്താവെ ഈ ആരാധനയുടെ ശുശ്രൂഷകളുടെ കർത്താവെ ആത്മീയമായ ഒരുക്കങ്ങൾ, ആത്മീയമായ വളർച്ച, ആത്മീയമായിട്ടുള്ള ആമേൻ കർത്താവ് ശക്തിപ്പെടൽ ഇടവകയിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന, പാടുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ജനം കർത്താവെ ആമേൻ നിന്നിൽ ആനന്ദിക്കുന്ന ജനം ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടവക വളരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവ് ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിന്റെ കർത്താവ് സെയിലിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കെ. ഈ അമ്മമാർ, ഈ സ്ത്രീകൾ, സ്ത്രീജനങ്ങൾ, ആമേൻ ഈ വനിതകൾ കർത്താവെ വളരെയേറെ അധ്വാനിക്കുന്നവരാണ്. വീടുകളിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, എത്ര പരിശ്രമകരമായിട്ടാണ് ആമേൻ ഭവനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ദൈവമേ, ഒരാഹാരത്തിനും കുറവില്ലാതെ ദൈവം നീ ഞങ്ങളെ നടത്തുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും കുറവില്ല. ദേശത്തെങ്ങും ക്ഷാമം ഉണ്ടായപ്പോഴും സരഭാഗത്തിലെ വിധവയുടെ കലത്തിലെ മാവും കലശത്തിലെ എണ്ണയും ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു കൊടുത്തു. ദൈവമേ, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. ഞങ്ങളുടെ മേശയിലെല്ലാം ഉണ്ട്. ഞങ്ങളുടെ കർത്താവെ അടുക്കളകളിലെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അത് സമൃദ്ധിയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സമൃദ്ധിയുടെ ഭാഗത്ത് നിന്ന്
ആമേൻ കർത്താവ്, ഞങ്ങൾ ഒരു പങ്ക് ആമേൻ കർത്താവ് അടുക്കളയിൽ പാകം ചെയ്ത് ദൈവാലയത്തിൽ എത്തിക്കുമ്പോൾ വലിയൊരു പരിശ്രമമുണ്ട്, ശാരീരിക അധ്വാനമുണ്ട്, മാനസിക അധ്വാനമുണ്ട്. അത് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും തമ്പുരാൻ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവർ ദൈവവേലയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവെ വേല അനുഗ്രഹമായിരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പാ ദൈവമേ, അതിൽ പരിശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്ന്, മുറിവിൽ നിന്ന്, ചതവിൽ നിന്ന്, പൊള്ളലിൽ നിന്ന് കർത്താവെ, ഹാലലൂയ കർത്താവെ, അങ്ങനെ ആമേൻ കർത്താവ് പാചകം ചെയ്യുമ്പോൾ വരാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ രക്ഷിക്കണം. എല്ലാ സ്ത്രീകളെയും, എല്ലാ വിമൻസ് ഫെലോഷിപ്പ് മെമ്പേഴ്സിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് ഉണ്ടാക്കുന്ന ഭക്ഷണം രുചികരമാകട്ടെ. രുചി പകരണമേ തമ്പുരാനെ, സ്നേഹത്തിന്റെ രുചി ആമേൻ അതിൽ ഉണ്ടാകട്ടെ. അത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചേരുവകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അളന്ന് തിട്ടപ്പെടുത്തി ഭംഗിയോടെ കർത്താവെ ചേർക്കാനായിട്ട് ദൈവമേ സഹായിക്കണം. ചേരുവകളിൽ ഒന്നും പിശകുകൾ പറ്റരുതേ തമ്പുരാനെ. ആമേൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഒന്നും തന്നെ പിശകുകൾ പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ നിന്റെ മക്കൾ ഉണ്ടാക്കുന്ന ഓരോ കർത്താവെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി പകരണമേ. ആമേൻ കർത്താവെ ശ്രദ്ധിച്ച് ആമേൻ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ആമേൻ കർത്താവെ ശ്രദ്ധയും ആമേൻ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. അവർ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അവരുടെ കാലുകളെ ബലപ്പെടുത്തണം, അവരുടെ കൈകളെ ബലപ്പെടുത്തണം. ഭക്ഷണ സാധനങ്ങൾ കർത്താവെ ഇളക്കുമ്പോൾ ആമേൻ പകരുമ്പോൾ ഹല്ലേലൂയ, അവർ കർത്താവെ നിന്റെ കൃപ അവരുടെ ശരീരത്തിലും മനസ്സിലും കൈയിലും കാലിലും ആമേൻ ആലോചനകളിലും ഒക്കെ അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഉപയോഗിക്കുന്ന ആമേൻ എല്ലാ പാത്രങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മുദ്രവെക്കുന്നു. ഉപയോഗിക്കുന്ന സാധനങ്ങളെ ആമേൻ ആഹാര പദാർത്ഥങ്ങളെ അതിന്റെ ഇൻഗ്രീഡിയൻസിന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. പുകയാന് കരിയാൻ ഇടയാകരുത് കർത്താവെ. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. അത് കർത്താവെ രുചികരമായി തീരണം. അത് അനേക ആളുകൾക്ക് സന്തോഷമായി തീരണം. അനേക ആളുകളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, നാവിനെ രുചി പകരുന്ന ആമേൻ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥമായി തീരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിലൊക്കെ വലിയ പരിശ്രമമുണ്ട്. അതിന് സഹായിക്കുന്ന ഞങ്ങളുടെ എല്ലാ പുരുഷന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് വീടുകളിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാ പുരുഷന്മാരെയും തമ്പുരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശു അപ്പ, നിന്റെ കൃപ എല്ലാറ്റിന്റെ മേൽ പകരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന, പരിപാലിക്കുന്ന, വിടുവിക്കുന്ന, സഹായിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം കർത്താവേ. ഹാലലൂയ. മാർത്തയെ ഞങ്ങൾ ഓർക്കുകയാണ് തമ്പുരാനെ. യേശുവിന്റെ അടുക്കലേക്ക് ഭക്ഷണം എത്തിച്ച മാർത്ത, അവൾ ആ അടുക്കളയിൽ കുഴങ്ങി ജോലി ചെയ്തു. ആമേൻ ഹാലലൂയ. പലതിനെ കുറിച്ച് ആമേൻ വിലപിക്കേണ്ട, പലതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട മാർത്തയെ അല്പം മതി, അധികം വേണ്ട എന്ന് യേശു അവളോട് പറയുന്നുണ്ട്. യേശു അപ്പാ കർത്താവെ, മാർത്തയും മറിയയും ഞങ്ങൾക്ക് മുമ്പിൽ മാതൃകയാണ്. ആമേൻ അക്വിലായും പ്രിസില്ലയും ഞങ്ങളുടെ മുമ്പിൽ മാതൃകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമും സാറായിയും ഞങ്ങളുടെ മുമ്പിൽ മാതൃകയാണ്. തന്നെ സന്ദർശിക്കാൻ വന്ന ആമേൻ കർത്താവെ സന്ദർശകരെ അബ്രഹാം ഒരു മരത്തിന് കീഴിൽ ഇരുത്തിയിട്ട് സാറായിയോട് പറയുന്നു, വേഗത്തിൽ അപ്പം ചുടുക. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അടുക്കളയിൽ അവൾ അപ്പം ചുട്ടു. ദൈവത്തിന് സ്തോത്രം. തങ്ങളെ സന്ദർശിക്കാൻ വന്ന അതിഥികൾക്ക് അപ്പത്തെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ മാതൃകയാണ് അപ്പനെ. ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ സ്ത്രീകളെയൊക്കെ തമ്പുരാൻ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അവർ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന വേല കൊണ്ട് കർത്താവെ, അവർ ചെയ്യുന്ന ശുശ്രൂഷ, അവരുടെ ആ അനുഗ്രഹം തലമുറകളിലേക്ക് പകരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഞങ്ങൾ ഈ കുക്ക് ചെയ്യുന്നവരിലൊക്കെ പ്രായം ചെന്നവരുണ്ട്. പ്രായം ചെന്നവർക്ക് പ്രായത്തിന്റെ ക്ഷീണങ്ങളുണ്ട്, മറ്റ് പ്രയാസങ്ങളുണ്ട്. അതിനിടയിലാണ് കുക്ക് ചെയ്യുന്നത് തമ്പുരാനെ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് കുക്ക് ചെയ്യുന്നവരിൽ. ആമേൻ. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ജോലി, ശനി വരെയുള്ള ജോലി, അതിനിടയിലാണ് കർത്താവ് ഇവരിത് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ചെയ്യുന്നവരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നവർ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പാ അവരുടെയൊക്കെ ആ സമർപ്പണത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം കരയറ്റുന്നു. ദൈവമേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായ ഒരു ഫുഡ് സെയിൽ ലഭിക്കണമേ. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കർത്താവ്, വിമൻസ് ഫെലോഷിപ്പിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, കർത്താവ് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ട്രഷറർ, കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അവരുടെ ലീഡർഷിപ്പ് അനുഗ്രഹമായി തീരണമേ. അതുപോലെ തന്നെ ലൈവ് കിച്ചന് വേണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങാൻ നാളെ പോവുകയാണ്. ലൈവ് കിച്ചണിൽ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ബാബു മാത്യു കർത്താവ്, ഇതേപോലെ കർത്താവ് ബാബു മാത്യു അച്ചാനെ, അതേപോലെ നിഷാന്ത്, അങ്ങനെ പലരും ഉണ്ട് തമ്പുരാനെ. അവരെല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. യേശപ്പാ, നിന്റെ കൃപയിൽ അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ.
ഇന്ന് ഞങ്ങൾ ഈ കാര്യം പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞായറാഴ്ചത്തെ ആരാധന അനുഗ്രഹമാണ്. ഇന്ന് ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നീ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകുന്നതിനായിട്ട് സ്തോത്രം. ജീവിതത്തിന്റെ തിരക്കുകളിൽ ജീവിക്കുന്നവരെ ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ, ട്രാവൽ ചെയ്യുന്നവരെ, ദൈവമേ, അതേപോലെ വേർപാടിന്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്നവരെ, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ വളർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, ദയതോ നീ ഉത്തരം അരുളണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പാഠഭാഗം വായിച്ചു കേൾക്കാം. പ്രതിഭ ആൻറ്റി ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള പാഠഭാഗം വായിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് വായന. 1-ാം അധ്യായം 13 തുടങ്ങി 22 വരെ. ദ ബുക്ക് ഓഫ് ജോബ്, ഇയ്യോബിന്റെ പുസ്തകം, ചാപ്റ്റർ 1, 1-ാം അധ്യായം, വേഴ്സസ് 13 to 22, 13 മുതൽ 22 വരെ. കേൾക്കാവോ അച്ഛാ? കേൾക്കാം ആൻറ്റി. Job chapter 1 verses 13 to 22. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ കേൾക്കാം. Now there was a day when his sons and daughters were eating and drinking wine in their oldest brother's house. And a messenger came to Job and said, the oxen were plowing and the donkeys feeding beside them, when the Sabeans raided them and took them away. Indeed, they have killed the servants with the edge of the sword, and I alone have escaped to tell you. While he was still speaking, another also came and said, the fire of God fell from heaven and burned up the sheep and the servants and consumed them, and I alone have escaped to tell you. While he was still speaking, another also came and said, the Chaldeans found 3 bands, raided the camels and took them away, yes, and killed the servants with the edge of the sword, and I alone have escaped to tell you. While he was still speaking, another also came and said, your sons and daughters were eating and drinking wine in their oldest brother's house. And suddenly a great wind came from across the wilderness and struck the 4 corners of the house, and it fell on the young people, and they are dead. And I alone have escaped to tell you. Then Job arose, tore his robe, and shaved his head, and he fell to the ground and worshipped. And he said, naked I came from my mother's womb, and naked shall I return there. The Lord gave, and the Lord has taken away. Blessed be the name of the Lord. In all this, Job did not sin nor charge God with wrong. Thanks be to God. Praise the Lord. Thank you, ആൻറ്റി. നമുക്കൊരു പാട്ടിന്റെ ചരണം പാടാം. അതിനുശേഷം ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ദൈവവചനം കേൾക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷവാരി നൽകണം ദേവ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷവാരി നൽകണം ദേവ. കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭോ. തിരുവചനം നിന്നാഴമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. തിരുവചനം നിന്നാഴമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. ആയിരം പാപികൾ മനമിൻ ഒരുക്കണമേ അങ്ങെ സ്വീകരിപ്പാൻ.
ആയിരമായിരം പാപികൾ മനമിന്നൊരു കണമേ അങ്ങെ സ്വീകരിപ്പാൻ കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭോ കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭോ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളിപ്പോൾ പാടിയതുപോലെ തിരുവചനം ആഴമായിട്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉണർത്തുവാൻ തക്കവണ്ണം ആഴത്തിൽ നൽകണമേ. അതിലൂടെ ഞങ്ങൾ രൂപാന്തരപ്പെടാനും ധൈര്യപ്പെടാനും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും തമ്പുരാൻ സംഗതിയാക്കണമേ. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തു നിന്നുമായിരുന്നല്ലോ ദൈവവചനം വായിച്ചു കേട്ടത്. വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ദൈവവചനം കേൾപ്പാൻ ഒരുങ്ങാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അരികിൽ വേദപുസ്തകമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എനിക്ക് നേരത്തെ വേദഭാഗത്തു നിന്ന് വായിച്ചു തരുന്നത് പോലൊക്കെ തന്നെ വായിച്ചു തന്നാൽ സൗകര്യമായി. നാം ഒരു വേദഭാഗം വായിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 21-ാം വാക്യം 22-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. 20 മുതൽ 22 1-ാം അധ്യായം ഒരാൾക്ക് വായിക്കാം. വേറൊരാള് എസക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു വെക്കണം. എസക്കിയേലിന്റെ പുസ്തകം, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 20 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ എടുത്തു വെക്കണം. എസക്കിയേൽ 14, 20, 22. വേറൊരാള് ജെയിംസിന്റെ പുസ്തകം, യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം എടുത്തു വെക്കണം. യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം, ബുക്ക് ഓഫ് ജെയിംസ്, എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ്, ചാപ്റ്റർ 5, വേഴ്സ് 11. ആദ്യം നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. 1-ാം അധ്യായത്തിൽ 20, 21, 22 വാക്യങ്ങൾ വേഗത്തിൽ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരിച്ചു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷം ആരോപിക്കുകയോ ചെയ്തില്ല. ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എഹെസ്കേൽ 14-ാം അധ്യായം 20 മുതൽ 22 വരെ വായിക്കാം. നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവൻ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയിൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുള്ളൂ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മതി. അടുത്ത വാക്യം യാക്കോബ് 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സല്ലി ഉള്ളവനുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് വേദഭാഗത്ത് കാണാൻ കഴിയുന്ന മറ്റു 2 പുസ്തകങ്ങളാണ് എഹെസ്കേൽ പ്രവചനവും അതേപോലെ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയതായിട്ടുള്ള ലേഖന വേദഭാഗവും. അതിൽ നിന്ന് വായിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ഉള്ള അറിവിനെ കുറിച്ച് മറ്റുള്ളവർ ഈ വേദപുസ്തകത്തിലെ മറ്റു എഴുത്തുകാർ ഇയ്യോബിനെ കുറിച്ച് അറിയാം, ഇയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. നമുക്ക് ജെയിംസിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് യാക്കോബ് പറയുന്നു, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് വാഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് യോബിന് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയുള്ളവനല്ല. നിങ്ങളൊരു വ്യത്യാസം കണ്ടു എന്നാണ് എൻ്റെ വിചാരം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നാം അതിന്റെ തലക്കെട്ടിൽ കാണുന്നത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇയ്യോബ്, അല്ലെ? ഇയ്യോബ്.
യാക്കോബ് എഴുതുമ്പോൾ യാക്കോബ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ വായിച്ചത്? 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് യോബ് എന്നാണ് വായിച്ചത്. രണ്ടും ഒരാൾ തന്നെയാണ്. നമ്മൾ ആരാണ് ജോബ് എന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ജോബ് നമ്മൾ ഇംഗ്ലീഷിൽ ജോബ് എന്ന് വായിക്കും, എന്നാൽ അതിന് ഹീബ്രു ഭാഷയിൽ ഇയോവ് എന്നാണ് പറയാറ്. ഇയോവ്, IYYOV, ഇയോവ്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇയോബ് എന്നായി. ഈ വാക്കിന്റെ അർത്ഥം പെർസിക്യൂട്ടഡ് എന്നാണ്, കഷ്ടം അനുഭവിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇയോബ് എന്ന വാക്കിന്റെ അർത്ഥം പെർസിക്യൂട്ടഡ്, പീഡ അനുഭവിച്ചവൻ, കഷ്ടത അനുഭവിച്ചവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അധികം കഥാപാത്രങ്ങളൊന്നുമില്ല. പ്രധാന കഥാപാത്രം ഇയ്യോബ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ അദ്ദേഹത്തിന്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്, 3 സുഹൃത്തുക്കൾ, ബിൽദാദും എലിഫസും അതേപോലെ സോഫറും 3 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എലിഹു എന്ന് പറയുന്ന വേറൊരു ആളുണ്ട്. അതേപോലെ ദൈവം, യഹോവയായ ദൈവം അതിനകത്ത് ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഏഞ്ചൽസ് അല്ലെങ്കിൽ ദൂതന്മാർ ക്യാരക്ടറാണ്. പിന്നെ യോബിന്റെ പുസ്തകം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യോബിന്റെ പെൺമക്കളുടെ പേരുകൾ കാണുന്നുണ്ട്. ജമീമ, കെസിയ, കേരൻ തുടങ്ങിയിട്ടുള്ള പേരുകൾ, കേരൻ, ഹബക്കൂക്ക് എന്ന് പറയുന്ന പേരുകളൊക്കെ 42-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫെയ്ത്ത് ദാറ്റ് സ്റ്റാൻഡ്സ് ഫേം ഇൻ ദ ഫയർ. അതാണ് നമ്മുടെ ചിന്താ വിഷയം. തീയിലും തകർന്നു പോകാത്ത, വെന്തു പോകാത്ത വിശ്വാസം, തീയിലും വെന്തു പോകാത്ത വിശ്വാസം, അല്ലെങ്കിൽ തീയെ അതിജീവിക്കുന്ന വിശ്വാസം, തീയുടെ ശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം. അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പമായിട്ട് ഇന്ന് കേൾപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, അല്ലേ? നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. വിശ്വാസത്താൽ ആണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസ ജീവിതത്തിൽ പോരായ്മകളും വിശ്വാസ ജീവിതത്തിൽ പോരാട്ടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ അങ്ങ് മടുത്തു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അങ്ങ് ക്ഷീണിച്ചും തളർന്നും പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒട്ടനവധി ഫയർ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ തീ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഒരു പക്ഷേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു തീ അനുഭവത്തിലൂടെ കടന്നുപോയ, തീക്ക് സമാനമായ ഫയർ ലൈക്ക് എക്സ്പീരിയൻസ് ഓഫ് സ്ട്രഗിൾസ്, ഫയർ ലൈക്ക് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് സ്ട്രഗിൾ, അത് അണ്ടർഗോ ചെയ്ത, അത് ഫേസ് ചെയ്ത ഇയ്യോബിനെ കുറിച്ചാണ് വേദഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അവൻ അനുഭവിച്ച ഒന്നാമത്തെ പ്രയാസം അവന്റെ മക്കൾ, അവന്റെ സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുക. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആദ്യം എന്തിനെയാണ് നഷ്ടമായതെന്ന് നോക്കൂ. 13, 14, 15 വാക്യങ്ങൾ. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത സഹോദരന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു എന്ന് നാം ആ വേദഭാഗത്ത് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യം ഇയ്യോബിന് നഷ്ടമായത് തൻ്റെ ലൈഫ് സ്റ്റോക്കാണ്. ഒത്തിരി ധനവും ഒത്തിരി ആടുമാടുകളും ഉണ്ടായിരുന്ന ആളുടെ ജീവിത ഉപാധി നഷ്ടമായി, അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജോലി, ജീവിത ഉപാധി ഒക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഉണ്ടാകാതിരിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എങ്ങനെ ആകണമെന്ന് ഇയ്യോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് അവന്റെ ലൈഫ് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം നഷ്ടമാവുകയാണ്. അവന്റെ ലൈഫ് സ്റ്റോക്ക് ആയിരുന്നു അവന്റെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. അവന്റെ വീട് നടത്തിക്കൊണ്ടുപോയത് ഈ ആടുമാടുകളും അതേപോലെ ഈ പെൺകഴുതകളും ഈ കൃഷി കൊണ്ടൊക്കെയാണ് അവൻ വീട് നടത്തിക്കൊണ്ടുപോയത്. അതിനെയാണ് ആദ്യമായി അതിൻ്റെ മേലെയാണ് അഫ്ലിക്ഷൻസ് വരുന്നത്. ഒന്ന് ലൈഫ് സ്റ്റോക്ക്, അവൻ്റെ ലൈഫിനെ
അവന്റെ ഇൻകത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഫയർ, അവന്റെ ഇൻകത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഫയർ അവൻ നേരിടേണ്ടി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒന്നാമത് സംഭവിച്ചത്. രണ്ടാമത് അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു മെസ്സഞ്ചർ വന്നു, വേറൊരു ദൂതൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണു കത്തി, ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. രണ്ടാമത് സംഭവിക്കുന്നത് അവന്റെ വീട്ടിലെ വേലക്കാരല്ല. ആദ്യം ആടുകളും മാടുകളും പെൺകഴുതകളും കാളകളും എല്ലാം നശിച്ചു. രണ്ടാമത് അവന്റെ വീട്ടിലെ വേലക്കാരെല്ലാവരും നഷ്ടമായി പോയി. വേലക്കാര് അവരുടെ മുകളിലേക്ക് ആകാശത്തുനിന്ന് തീ ഇറങ്ങി വീണ് കത്തി എന്നാണ് വേദഭാഗത്ത് വായിക്കുന്നത്. അപ്പൊ മേ ബി അതൊരു തണ്ടർ സ്റ്റോമോ വല്ലതും ആയിരിക്കാം. തണ്ടർ വന്നു. ആ തണ്ടറിൽ കുറെ അവന്റെ വേലക്കാർ, വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേലക്കാരെല്ലാം നഷ്ടമായി എന്ന് യോബിന്റെ അടുക്കൽ വന്ന ഒരാൾ വന്ന് മെസ്സേജ് പറയുകയാണ്. ഓ, ഞാൻ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു, നിന്റെ അടുക്കൽ ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ബാക്കി എല്ലാവരും എന്താ പറയാ ഇല്ലാതെയായി പോയി എന്നാണ് നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നത്. While he was still speaking, another messenger came and said, the fire of God fell from the heavens and burned up the sheep and the servants, and I am the only one who has escaped to tell you എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് അവന്റെ വേലക്കാരെല്ലാവരും നഷ്ടമായി പോയി, എല്ലാവരും മരിച്ചുപോയി. മൂന്നാമത് അവൻ സംസാരിച്ചു. 17-ാമത്തെ വാക്യം, 17 verse 17. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കാൽഡിയൻസ് 3 കൂട്ടമായി വന്ന് ആ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിന്റെ വയറ്റിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോകുന്നു എന്ന് കാണുന്നു. നമ്മൾ അവിടെ കാണുന്നത് അവന്റെ ട്രാവൽ മാർഗം, അല്ലെങ്കിൽ അവന് യാത്ര ചെയ്യാനുള്ള വഴി അടഞ്ഞുപോയി. ഒട്ടകങ്ങൾ അന്ന് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യാത്ര ചെയ്യാനാണ്. ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് ആര് പോയി? കൽദയർ പോയി. ആദ്യം ശെബായർ വന്ന് കാളകളെയും പെൺകഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി. കാളകളും പെൺകഴുതകളും കൃഷിക്ക് ഉപയോഗിക്കുന്നവയാണ്. അതുപോലെ തന്നെ പാലിനും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെ ശെബായർ പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരുടെ മേലെ തീ വന്നു, വേലക്കാരെല്ലാം ചത്തുപോയി, അവർ മരിച്ചുപോയി. കൽദയർ വന്നിട്ട് അവന്റെ യാത്രാമാർഗം, ഒട്ടകമാണ് പ്രധാന യാത്രാമാർഗം, അന്നത്തെ യാത്രാമാർഗം. അപ്പം എല്ലാ ക്യാമൽസിനെയും പിടിച്ചുകൊണ്ട് പോയി. അവന്റെ യാത്രാ വഴികളെല്ലാം അടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെടാൻ പറ്റാത്ത കാര്യം. അപ്പം 3 കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. നാലാമത്തത് അവൻ നേരിട്ടത് എന്താണ്? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു, അത് യൗവനക്കാരുടെ മേലെ വീണു, അവർ മരിച്ചുപോയി. എല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മക്കളും അവരുടെ സന്തോഷമെല്ലാം കെടുത്തിക്കൊണ്ട് പുത്രന്മാരും പുത്രിമാരും ഒരുമിച്ച് കൂടി ഇരുന്നിടത്ത് കൊടുങ്കാറ്റടിച്ച് വീട് മറിഞ്ഞു വീട് ഈ യൗവനക്കാരായ മക്കളുടെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ആ മക്കളെല്ലാവരും മരണപ്പെട്ടു. നോക്കൂ, അവന്റെ തലമുറ നഷ്ടമായി. നോക്കൂ, ഏതെല്ലാം തരത്തിലുള്ള അഫ്ലിക്ഷൻസ്, ഏതെല്ലാം തരത്തിലുള്ള പീഡ, ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ജോബിന് വന്നെന്ന് ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഒന്ന്, അവന്റെ ലൈഫ് സ്റ്റോക്ക്, അവന്റെ ആടുമാടുകളെല്ലാം നഷ്ടമായി. 2, അവന്റെ വേലക്കാരെല്ലാം നഷ്ടമായി. 3, അവന്റെ യാത്രാ മാർഗങ്ങളെല്ലാം നഷ്ടമായി. 4, അവന്റെ സ്വന്തം മക്കളെ അവന് നഷ്ടമായി. അപ്പോൾ ഇതൊരു ഫയർ ലൈക്ക് എക്സ്പീരിയൻസ് ആണ്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതൊരു തീയുടെ അനുഭവമാണ്, തീ അനുഭവമാണ്. സഹിക്കാൻ വയ്യാത്ത വേദന, സഹിക്കാൻ വയ്യാത്ത പ്രയാസം, ഇതുവരെയും താൻ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവം, ഇതുവരെയും താൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ജീവിതത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകും, അല്ലേ? നമ്മളാണെങ്കിൽ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ പള്ളി പോകുന്നത്, ഇനി എന്തിനാണ് ദൈവസന്നിധിയിൽ പോകുന്നതെന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാല് പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം ഇയ്യോബിന്റെ മറുപടി എന്താണെന്ന്. ഇയ്യോബ് പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചത്. യഹോവ എനിക്കിത് തന്നു, യഹോവ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു, യഹോവയുടെ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് പറഞ്ഞ മറുപടി നമ്മളെല്ലാവരും അന്തം വിട്ടു പോകുന്ന, നമ്മൾക്കെല്ലാം അത്ഭുതം തോന്നുന്ന, ഇങ്ങനെയും ഒരാൾക്ക് പറയാൻ കഴിയുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ്. എന്നിട്ട് ആ അധ്യായം എഴുതി അവസാനിക്കുമ്പോൾ നാം വായിക്കുന്നത് 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ യോബിനെ കുറിച്ച് പറയുകയാണ്. ഇൻ ഓൾ ദീസ് തിങ്സ് Job did not sin by charging God with wrongdoing. ഇതിലൊന്നും തന്നെ, ഇതെല്ലാം പ്രതിസന്ധി വന്നെങ്കിലും ഇതിലൊന്നും തന്നെ യോബ് ദൈവത്തോട് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയും ചെയ്തില്ല. യോബിനെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ടുള്ള വായന 1-ാം വാക്യത്തിലാണ്. എന്ത് മനോഹരമായ ഒരു വർണ്ണനയാണ് യോബിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. യോബ് എന്നൊരു പുരുഷൻ, അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവത്തിന് സ്തോത്രം, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. നല്ല മനോഹരമായ എക്സ്പ്ലനേഷൻ ആണ് യോബിനെ കുറിച്ച്. ബ്ലെയിംലെസ്, അപ്രൈറ്റ്, he feared God and shunned evil. ദൈവത്തിന് സ്തോത്രം. ദോഷം വിട്ട് അകലുന്ന ദൈവഭക്തനായ, നേരുള്ളവനായ, നിഷ്കളങ്കനായ യോബ്. പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ ആളുകളൊക്കെ പറയുന്ന രീതിയുണ്ട്, ദുഷ്ടന്മാരുടെ അടുക്കലാണ് പ്രതിസന്ധികൾ വരുന്നത്. ദുഷ്ടത ചെയ്യുന്ന, പ്രതികൂലങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം പ്രതികൂലം. അങ്ങനെയല്ല. യോബ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവൻ നിഷ്കളങ്കനായിരുന്നു, അല്ലെ? കളങ്കിതനല്ല. അവൻ നേരുള്ളവനായിരുന്നു, അല്ലെ? ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവന്റെ വീട്ടിൽ 4 വിധത്തിലുള്ള ഫയർ ലൈക്ക് എക്സ്പീരിയൻസസ് വരികയാണ്. ആ സന്ദർഭത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ യോബ് എന്ത് പ്രദർശിപ്പിച്ചു എന്നാണ് യാക്കോബ് പറയുക. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ നിന്ന് വായിച്ചത് സഹിഷ്ണുത. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് പറയുകയാണ്, സഹിഷ്ണുത അവൻ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ സഹിഷ്ണുത കാണിച്ചു. അവൻ കഷ്ടമുണ്ടായപ്പോഴും സഹിഷ്ണുത കാണിച്ചു. യോബിന്റെ സഹിഷ്ണുത, പ്രിസർവിയറൻസ് എന്നാണ് അതിൻ്റെ ഒരു ആപ്റ്റ് ഇംഗ്ലീഷ് വേർഡ്, പ്രിസർവിയറൻസ്. അവൻ സഹിഷ്ണുത കാണിച്ചു ജീവിതത്തിൽ. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ഞാൻ 2 കാര്യങ്ങൾ ഇന്ന് വചന ശുശ്രൂഷയിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കണം. ഒന്ന്, വിശ്വാസത്തെ പരിശോധിക്കുന്ന തീ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന തീക്ക് സമാനമായ അനുഭവങ്ങൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫയർ ദാറ്റ് ടെസ്റ്റ് ദ ഫെയ്ത്ത്. ഫയർ ദാറ്റ് ടെസ്റ്റ് ദ ഫെയ്ത്ത്. വിശ്വാസത്തെ പരിശോധിക്കുന്ന അഗ്നി. വിശ്വാസത്തെ പരിശോധിക്കുന്ന അഗ്നി. അത്തരം അഗ്നി സമാനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചിന്താഗതി എന്താണ്? ചിലപ്പോൾ പറയൂ, ദൈവം ഇല്ലയോ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? ദൈവം ചെകിടനാണോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദൈവം കാണുന്നില്ലയോ? വേദപുസ്തകത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട്, കേൾക്കാതിരിക്കത്തക്കവണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, കാണാതിരിക്കത്തക്കവണ്ണം അവന്റെ കണ്ണ് ആമേൻ മങ്ങിയിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സ്വാഭാവികമായ ചിന്തയാണ് ഇതൊക്കെ, അല്ലെ? കേൾക്കുന്നില്ലയോ? കാണുന്നില്ലയോ? മനസ്സിലാക്കുന്നില്ലയോ? ഇത്രയേറെ പെർസിക്യൂഷൻ നേരിട്ട, ഇത്രയേറെ അഫ്ലിക്ഷൻ നേരിട്ട അയാളുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുകയാണ്. സാത്താൻ വന്ന് യഹോവയായ ദൈവത്തോട് പറയുകയാണ്, യോബ് ദൈവഭക്തനായിരിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ ദൈവമേ? നിങ്ങൾ വായിച്ചാട്ടെ 1-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ ആരെങ്കിലും. 1-ാം അധ്യായം 9-ാം വാക്യം, 10-ാം വാക്യം. അവിടെ സാത്താനും ദൈവവും തമ്മിലുള്ള കൺവെർസേഷൻ കാണാൻ പറ്റും. അപ്പം സാത്താന് യഹോവയായ ദൈവത്തോട് വന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വായിച്ചേ. വായിച്ചു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നു, അല്ലയോ ദൈവമേ നിനക്ക് അറിയാമോ ഇയ്യോബ് എന്തുകൊണ്ടാ ഭക്തനായിരിക്കുന്നതെന്ന്? വായിച്ചാട്ടെ. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റിനും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ വീടിനും അവന്റെ സകലത്തിനും, അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി കാത്തിരിക്കുകയല്ലേ? അതുകൊണ്ടാണ് അവൻ ഭക്തനായിട്ടിരിക്കുന്നത്. അടുത്തത്, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ പ്രവൃത്തിയെ, അവന് ഈ വയലിൽ ചെയ്യുന്ന, കൃഷിസ്ഥലത്ത് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നീ അനുഗ്രഹിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് അവൻ ദൈവഭക്തനായിട്ടിരിക്കുന്നത്. അടുത്തത്, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ, തൃക്കൈ നീട്ടി, നിന്റെ കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടു നോക്കിക്കേ, അപ്പോൾ അവൻ നിന്നെ
അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് ഉത്തരം നോക്കിക്കേ, പറഞ്ഞു. സാത്താൻ വന്ന് ദൈവത്തോട് പറയുകയാണ്, നീ അവനെ ഒന്ന് തൊട്ടു നോക്കിക്കേ, അവൻ നിന്നെ ത്യജിച്ചു പറയും. അപ്പൊ സാത്താന്റെ വിചാരം ഇങ്ങനെയാണ്, സാത്താനെ പോലെയുള്ള മനുഷ്യരുടെ വിചാരം ഇങ്ങനെയാണ്. നിങ്ങൾ അങ്ങനത്തെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നവർ അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്ന ഒരു വചനമുണ്ട്. ഇങ്ങനെ മൂഢത്വമുള്ള മനുഷ്യർ പറയൂ, നിങ്ങൾ യഹോവയോടുള്ള അവന്റെ ഭക്തി അവൻ സൂക്ഷിക്കുന്നത് യഹോവ അവന് നന്മ ചെയ്യുന്നത് കൊണ്ടാണ്. യഹോവയിൽ നിന്ന് നന്മ ചെയ്യുന്നതുകൊണ്ട് അവൻ പാട്ട് പാടും. അവൻ യഹോവയിൽ നിന്ന് നന്മ ലഭിക്കുന്നതുകൊണ്ട് അവൻ പള്ളിയിൽ പോകും. യഹോവയിൽ നിന്ന് നന്മ ലഭിക്കാതിരിക്കട്ടെ, അവൻ എല്ലാം നിർത്തും. ഇങ്ങനെ പറയുന്ന മനുഷ്യരുമുണ്ട്. സാത്താൻ പറഞ്ഞതുപോലെ പറയുന്ന മനുഷ്യരുമുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എല്ലാം നഷ്ടമായപ്പോൾ ജോബ് എന്താ ചെയ്തതെന്നൊന്ന് വായിച്ച് 26-ാമത്തെ വാക്യം, 20-ാം വാക്യം, 1-ാം അധ്യായം 20-ാം വാക്യം. അപ്പോൾ വായിച്ചു. ഇയ്യോബ് എഴുന്നേറ്റു വസ്ത്രം കീറി തല ചിരിച്ചു സാഷ്ടാംഗം വീണു നോക്കൂ, അവൻ പ്രാർത്ഥിക്കുകയാണ്. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം നഷ്ടമായപ്പോഴും ഇയ്യോബ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. സാത്താൻ എന്താ പറഞ്ഞേ? നീ ഒന്ന് നോക്കിക്കോ, ഒന്ന് തൊട്ടു നോക്കിക്കോ, അവന്റെ മൃഗസമ്പത്തിനെ, അവന്റെ വേലികെട്ട് കാത്തു വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഒന്ന് തൊട്ടു നോക്കി, അപ്പോൾ ദൈവത്തെ അവൻ ത്യജിച്ചു പറയും എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ഇയ്യോബ് ചെയ്തത് എന്താ? എല്ലാം നഷ്ടമായപ്പോൾ, തന്റെ കയ്യിൽ നിന്നെല്ലാം പോയപ്പോൾ അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന പരിശോധനകൾ, ഇങ്ങനൊരു പാട്ടുണ്ട്, പരിശോധനകൾ വരുമ്പോൾ മനം പതരാതാശ്രയിച്ചിടുകിൽ. ദൈവത്തിന് സ്തോത്രം, അല്ലെ? പരിശോധനകൾ വരുമ്പോൾ മനം പതരാതെ ആശ്രയിക്കണം, അല്ലെ? മനം പതരാതെ ആശ്രയിക്കണം. ഇവിടെ ഇയ്യോബ് മനം പതരാതെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ടെസ്റ്റിംഗ് ഫെയ്ത്ത് ടെസ്റ്റുകൾ പലത് വരും. ഫെയ്ത്ത് ടെസ്റ്റ് പലത് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. ആശ്രയം ദൈവം മാത്രമാണ്. മനുഷ്യർ മാറും, നിങ്ങൾ കാണുന്ന മനുഷ്യർ മാറും, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ മാറും, നിങ്ങൾക്ക് സഹായം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഒരു പക്ഷേ മാറിപ്പോയെന്ന് വരാം. എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൽ ആശ്രയം വെപ്പാനായിട്ട് ഇടയാകണം, ഒന്നാമതായി. രണ്ടാമതായി, ഈ വിശ്വാസത്തെ പരിശോധിക്കുന്ന തീ വരുമ്പോൾ തീ നമ്മളെ പുതുക്കണം. ദൈവത്തിന് സ്തോത്രം. തീ നമ്മളെ പുതുക്കണം. നമ്മുടെ വിശ്വാസത്തെ പുതുക്കുന്നതിനാകണം തീ. നമുക്കറിയാം, തീയില് ഉരുക്കി, തീയെ സ്പർശിപ്പിച്ചല്ലേ, തീയിൽ ഉരുക്കിയാണ് സ്വർണം ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. എല്ലാ മാലിന്യങ്ങളും ഇല്ലാതെയാക്കി സ്വർണത്തിന് ആ നിറവും ഗുണവും മേന്മയും മൂല്യവും ഒക്കെ കൊണ്ടുവരുന്നത് ആ തീയിലൂടെ സ്വർണം കടത്തിവിടുമ്പോഴാണ്, അല്ലെ? നമുക്കറിയാം അത്. തീയിലൂടെ സ്വർണം കടത്തിവിടുമ്പോൾ അതിലെ എല്ലാ മാലിന്യങ്ങളും മാറും. സ്വർണമില്ലാതാകുന്നില്ല, പിന്നെയോ സ്വർണത്തിലുള്ള കേടും സ്വർണത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, അല്ലെ, ഇല്ലാതാവുകയാണ്. സ്വർണത്തിലുള്ള എല്ലാ കേടുകളും നഷ്ടമാവുകയാണ്. സ്വർണത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നഷ്ടമാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇത് തന്നെയാണ് ഇയ്യോബിന്റെ ജീവിതത്തിലും കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുക. ആമേൻ. എന്താ പറയാ, ഇയ്യോബിന്റെ ജീവിതത്തിൽ തീയുടെ അനുഭവങ്ങൾ വന്നപ്പോൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മാലിന്യതകളും എല്ലാ മോശ അനുഭവങ്ങളും മാറി അവൻ തീയിൽ ഊതിക്കഴിച്ച സ്വർണം പോലെ അവൻ മാറുകയാണ്. തീയിൽ ഊതിക്കഴിച്ച സ്വർണം പോലെ. അവന്റെ വിശ്വാസത്തെ പരിശോധിക്കുന്ന തീയിൽ അവൻ കെട്ടുപോയില്ല. അവന്റെ വിശ്വാസം കെട്ടുപോയില്ല. നമുക്കറിയാം, കരികില കത്തിച്ചാൽ അത് ഇല്ലാതെയായി തീരും, അല്ലെ? കരികിലയും കമ്പും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചാൽ തീ അതിനെ വിഴുങ്ങിക്കളയും, തീ ഇല്ലാതെയാക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് മഹത്വം, തീയിലൂടെ കടന്നു പോകുന്ന സ്വർണമില്ലാതെയാകുന്നില്ല, മറിച്ച് സ്വർണത്തിലെ മാലിന്യങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലോസ് ആഞ്ചലസിൽ ശുശ്രൂഷ ചെയ്ത സമയത്താണ് ലോസ് ആഞ്ചലസിൽ വലിയ അഗ്നിബാധ ഉണ്ടായത്. 3-4 ഫയർ അവിടെ ഉണ്ടായി, വൈൽഡ് ഫയർ. ഒത്തിരി നാശനഷ്ടങ്ങൾ. ഏകദേശം 20,000 വീടുകൾ കത്തിപ്പോയി. 20,000 വീടുകൾ, 20 വീടല്ല, 20,000 വീടുകൾ.
പല സ്ഥലങ്ങളിലായിട്ട് ലോസ് ആഞ്ചലസിൽ അന്ന് ആ വർഷം 2024 എൻ്റെ ഒരു ഓർമ്മ, 24 മുഴുവനും കത്തിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസം നഷ്ടമായില്ല. എന്തും വേണ്ടി പള്ളികൾ കത്തിപ്പോയെന്നറിയാം, എത്ര പള്ളികൾ. എന്നാൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട്, പള്ളി കത്തിപ്പോയിട്ടും ദൈവത്തിന് സ്തോത്രം ഞായറാഴ്ച ആരാധിക്കാൻ ജനം കൂടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേണേ പറയാവോ പള്ളി ഇല്ലല്ലോ എന്ന് പറയാം. എന്നാൽ പള്ളി കത്തിപ്പോയിട്ടും പള്ളിയുടെ കമ്പൗണ്ടില് ആരാധിക്കാൻ ഞായറാഴ്ച ജനം കൂടി, മരത്തിന്റെ ചുവട്ടിൽ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കത്തിയ പള്ളിയുടെ അരികത്ത് നിന്നുകൊണ്ട് അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആളുകൾക്കൊന്നും പ്രയാസം ഉണ്ടായില്ല. ദൈവകൃപയാൽ കൂടുതലും അഫക്റ്റ് ചെയ്തത് മലയുടെ മുകളിലൊക്കെ താമസിച്ച മനുഷ്യരെയാണ്. ലോസ് ആഞ്ചലസിലെ പല പല ചെറിയ ചെറിയ മൗണ്ടെയിൻസിൽ താമസിച്ച മനുഷ്യരെയാണ്. എന്നാൽ അവിടെയൊക്കെ പള്ളികളുണ്ടാവും. ഒത്തിരി പള്ളികൾ കത്തിപ്പോയി. എന്നാൽ വിശ്വാസം കത്തിപ്പോയില്ല. പ്രിയമുള്ളവരെ, കത്തിപ്പോയ പള്ളിയുടെ പരിസരത്ത് നിന്ന് അവർ ദൈവത്തെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള പാട്ട് ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്ന പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ തീയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാനല്ല, പിന്നെയോ വിശ്വാസത്തെ പുതുക്കാൻ വേണ്ടിയാകണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ, തീയുടെ പരിശോധന വരുമ്പോൾ ദൈവത്തിൽ നിങ്ങൾ ആശ്രയം വെക്കണം. 2, വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ ആ പരിശോധന നിങ്ങൾ കെട്ടുപോകുന്നതിനല്ല, നിങ്ങൾ ഇല്ലാതെയായി പോകുന്നതിനല്ല, പിന്നെയോ നിങ്ങൾ പുതുക്കപ്പെടുന്നതിന് ആ വിശ്വാസത്തിന്റെ പരിശോധനയുടെ തീയുടെ പരിശോധന ഇടയാകണം. നിങ്ങളുടെ വിശ്വാസം പുതുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്കൊന്ന് നോക്കാം ഇദ്ദേഹത്തിന്റെ വിശ്വാസം പുതിയതായോ എന്ന്. ഒടുവിൽ ഭാര്യയെ വിട്ടിട്ട് പോകുന്നുണ്ട്. ഭാര്യ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഭാര്യ യോബിനെ വിട്ടിട്ട് പോകുന്നുണ്ട്. രോഗം വന്നപ്പോഴാണ്. യോബിന് രോഗം വന്നു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോബിന് ഒരു വല്ലാത്ത രോഗം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വന്നു. പരുക്കളാ വന്നത്. 7-ാം വാക്യം, 2-ാമത്തെ അധ്യായം 7-ാം വാക്യം. അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, നീ ദൈവത്തെ ത്യജിച്ചു പറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭാര്യയോട് അവൾ പറയുന്നു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. അല്ലേ? നോക്കിക്കേ 10-ാമത്തെ വാക്യം. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഭാര്യയോട് മറുപടി പറയുന്ന യോബിനെ കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ വിശ്വാസത്തിൽ സംഭവിച്ച തീക്ക് സമാനമായ സാഹചര്യം ദൈവത്തിന് സ്തോത്രം അവന്റെ വിശ്വാസത്തെ പുതുക്കിയോ? ദൈവത്തിന് സ്തോത്രം. പുതുക്കി. 42-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇയ്യോബ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവന് അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു കിട്ടി. മക്കളെയൊക്കെ അവന് തിരികെ ലഭിച്ചു. പുതിയ മക്കൾ ഇയ്യോബിനുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ അനുഗ്രഹങ്ങൾ ഇയ്യോബിനുണ്ടാകുന്നു. നോക്കിക്കേ. എന്നിട്ട് ഇയ്യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും സ്നേഹിതർക്ക് വേണ്ടിയും ഒക്കെ അപ്പോഴും പ്രാർത്ഥിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെ തീ അനുഭവങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയെല്ലാം നിർത്തും ആളുകൾ. ഇനി ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് നോക്കൂ. 42-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കേ, ഇയ്യോബ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലെ? നിങ്ങൾ വായിക്കുന്നുണ്ടോ? 42-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർ, 10-ാമത്തെ വാക്യം വായിച്ചട്ടെ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കേ, തന്റെ ജീവിതത്തിന്റെ അവസാനത്തും പ്രാർത്ഥന അവൻ ശരണപ്പെടുകയാണ്. അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ, വിശ്വാസത്തിൽ സംഭവിക്കുന്ന പരിശോധനയുടെ തീ നിങ്ങളുടെ വിശ്വാസത്തെ പുതുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആ പരിശോധന തളർന്നു പോകരുത്, ഇല്ലാതെയായി പോകരുത്, ചാരമായി പോകരുത്. പിന്നെയോ നിങ്ങളുടെ വിശ്വാസം പുതുക്കുന്നതിനിടെയാണ്. അവൻ അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ള, എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. ഇയ്യോബ് മുൻകാലത്തേക്കാൾ ഇയ്യോബിന്റെ പിൻകാലത്തെ ദൈവം അനുഗ്രഹിച്ചു. 12-ാം വാക്യം. അവന്റെ ആടുമാടുകളുടെ കണക്ക് അവിടെ കാണുന്നുണ്ട്. പുത്രന്മാരുടെയും പുത്രിമാരുടെയും കണക്ക് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന് പറഞ്ഞാണ്
42-ാം അധ്യായത്തിൽ യോബിന്റെ പുസ്തകം അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയമേറെ പോയല്ലോ. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ആമേൻ, ഫെയ്ത്ത് ദാറ്റ് സ്റ്റാൻഡ്സ് ഫേം ഇൻ ദ ഫയർ. ആമേൻ, തീക്ക് സമാനമായ പരിശോധനകളിടയിൽ തളർന്നു പോകാതെ നിൽക്കുന്ന, ആമേൻ, ഒരിക്കലും നശിച്ചു പോകാതെ നിൽക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അവിടെ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. തീ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. 2, ഞാൻ പറഞ്ഞത്, തീ അനുഭവങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ ആ വിശ്വാസ ജീവിതത്തെ പുതുക്കുന്നതിന് ഈ തീ അനുഭവങ്ങൾ ഇടയാകണം. ഈ വചനങ്ങളാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ചതായ ദൈവത്തിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച കൂട്ടായ്മയ്ക്കായി, പാട്ടിനായി, പ്രാർത്ഥനയ്ക്കായി, ആരാധനയുടെ അനുഭവത്തിനായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവമുണ്ട്, നടകൊള്ളുന്നവനായി മധ്യയുള്ള ദൈവം. ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ നാഥാ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്ന ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിലനിർത്തണമേ. ഞങ്ങൾ ഈ ഒരാഴ്ചവട്ടക്കാലം കാത്തുവല്ലോ. ഞങ്ങൾ ഇനിയും ആമേൻ കർത്താവേ, നിന്റെ സന്നിധിയോട് ചേർന്ന് ജീവിപ്പാൻ ബലം പകരണം. വിശ്വാസത്തെ പരിശോധിക്കുന്ന തീയിൽ ഞങ്ങൾ കെട്ടുപോകരുതേ. പിന്നെയോ വിശ്വാസത്തെ പുതുക്കുന്നതിനിടയാകണം. വിശ്വാസത്തിന്റെ തീ പരിശോധനയിൽ പരിശോധനകൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുപ്പ, യോബ് ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിനായിട്ടും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങി പോകട്ടെ. ദൈവകൃപയിൽ കാത്തുകൊള്ളണം. ലഭിച്ച ദൈവകൃപ നഷ്ടമാക്കി കളയാനിടയാകരുതേ. സാത്താന്യ പീഡകളിൽ നിന്നും പരിശോധനകളെ രക്ഷിച്ച് കാത്തുകൊള്ളണം. ഇന്ന് ഈ ഓൺലൈൻ പ്രയറിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഇന്നുമല്ല എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് ദൈവകൃപയാൽ ജയം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. സ്തോത്രം. എല്ലാവർക്കും നന്ദി. പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. താങ്ക് യു.